ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ടു റീച്ച് ദി അൺറീച്ച്ഡ് ഈഡൻ TV ഒരുക്കുന്ന സെവൻത് ഡേ അഡ്വെന്റിസ്റ്റ് സഭയുടെ സീനിയർ ശാബത്ത് സ്കൂൾ പാഠത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നാം ഈ ആഴ്ചയിൽ 10ാമത്തെ പാഠമാണ് പഠിക്കുന്നത്. പാഠത്തിൻ്റെ ഹെഡിങ് ഏർപ്പെടൽ നിയമങ്ങൾ. ഈ ആഴ്ചയിൽ നാം 10ാമത്തെ പാഠം ചർച്ച ചെയ്യുന്നു. പാഠത്തിൻ്റെ ഹെഡിങ് ഏർപ്പെടൽ നിയമങ്ങൾ, റൂൾസ് ഓഫ് എൻഗേജ്മെൻറ്റ്. ഒരു പോരാട്ടത്തിൽ നാം പങ്കെടുക്കുമ്പോൾ നാം പാലിക്കേണ്ട നിയമങ്ങളെക്കുറിച്ച് ഇന്നത്തെ പാഠം ചർച്ച ചെയ്യുന്നു. നാം എല്ലാവരും അറിഞ്ഞോ അറിയാതെയോ ഈ വൻ പോരാട്ടത്തിൽ ഭാഗങ്ങളാണ്. അപ്പോൾ ഈ പോരാട്ടത്തിൽ നാം പങ്കെടുക്കുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങളെക്കുറിച്ച് ഇന്നത്തെ പാഠം ചർച്ച ചെയ്യുന്നു. മനപ്പാഠവാക്യം 1 യോഹന്നാൻ്റെ ലേഖനം 3-ാം അധ്യായം 8ാമത്തെ വാക്യമാണ് മനപ്പാഠവാക്യം. 1 യോഹന്നാൻ്റെ ലേഖനം 3-ാം അധ്യായം 8ാമത്തെ വാക്യം. അത് ഇപ്രകാരം പറയുന്നു: പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. 1 യോഹന്നാൻ്റെ ലേഖനം 3-ാം അധ്യായം 8ാം വാക്യമാണ് മനപ്പാഠവാക്യം. അതിപ്രകാരം പറയുന്നു: പാപം ചെയ്യുന്നവനെല്ലാം ബൈബിൾ പറയുന്നു പിശാചിൻ്റെ മകനാകുന്നു. ഇനി പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. ഇനി ഈ പിശാചിൻ്റെ പ്രവൃത്തികളെ എന്നേക്കുമായി അഴിപ്പാൻ ദൈവപുത്രൻ ഈ ലോകത്ത് പ്രത്യക്ഷനായി. ഇപ്പോൾ പ്രാപഞ്ചിക പോരാട്ടത്തിൻ്റെ ശക്തമായ തെളിവുകളാണ് ഇന്നത്തെ പാഠം ചർച്ച ചെയ്യുന്നത്. ഈ പോരാട്ടത്തിൽ ദൈവമാണ് അതിൻ്റെ പ്രധാന അധ്യക്ഷൻ. ദൈവമാണ് ഇതിൽ നിയമങ്ങൾ നടപ്പിലാക്കുന്നത്. നിയമങ്ങളെല്ലാം നടപ്പിലാക്കുന്നത് ദൈവമാണ്. അപ്പോൾ അതിൻ്റെ പ്രതിയോഗിയായ പിശാച് ഈ നിയമങ്ങൾ അനുസരിക്കുവാൻ ബാധ്യസ്ഥനാണ്. അപ്പോൾ ഈ പോരാട്ടത്തിലെ ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന നിയമങ്ങളെക്കുറിച്ച് ഈ പാഠം ചർച്ച ചെയ്യുന്നു. ഇവിടെ ആമുഖത്തിൽ ലേഖകൻ കർമ്മേൽ പർവ്വതത്തിലെ അനുഭവം പറയുകയാണ്. കർമ്മേൽ പർവ്വതത്തിലെ അനുഭവം നമുക്കറിയാം. അതൊരു പ്രാപഞ്ചിക പോരാട്ടത്തിൻ്റെ ഒരു വ്യക്തമായ ഒരു തെളിവായിട്ട് കർമ്മേൽ പർവ്വതത്തിലെ അനുഭവം പറയുന്നു. നമുക്കറിയാം, ഇസ്രായേലിൽ ആഹാബ് ഭരിക്കുന്ന കാലത്ത് ഇസ്രായേൽ ജനമൊക്കെയും ബാലിനെ ആരാധിച്ചിരുന്നു, അല്ലേ? അന്നത്തെ കാലത്ത് ആഹാബ് രാജാവ് ഇസ്രായേൽ ജനത്തെ കഷ്ടപ്പെടുത്തുന്നവൻ ഏലിയാവെന്ന് പലപ്പോഴും പറയുകയുണ്ടായി. ഇവിടെ 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം നാം വായിക്കുമ്പോൾ ആഹാബ് ഏലിയാവിനെ ഇങ്ങനെയാണ് സംബോധന ചെയ്യുന്നത്: നീ ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നവനെന്ന് ഏലിയാവിനെ സംബോധന ചെയ്യുന്നു. അവിടെ ഏലിയാവ് മറുപടി പറയുന്നു: ഞാനല്ല, നീ നിന്റെ പിതൃഭവനവും അത്രേ ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നത്. അവിടെ പിന്നീട് ഒരു യാഗം നടക്കുന്നു. കർമ്മേൽ പർവ്വതത്തിൽ ബാലിൻ്റെ 450 പ്രവാചകന്മാരെ അണിനിരത്തിക്കൊണ്ട് ആഹാബ് ദൈവത്തോട് മത്സരിക്കുന്നു. അവിടെ ഏലിയാവ് അവിടെ യാഗത്തിന് വേണ്ടി കടന്നു വരുന്നു. ഏലിയാവ് ജനത്തോട് പറയുകയാണ്: നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാൽ വയ്ക്കും? യഹോവ ദൈവമെങ്കിൽ അവനെ അനുഗമിപ്പീൻ, ബാലെങ്കിലോ അവനെ അനുഗമിപ്പീൻ. അതിൻ്റെ ഫൈനൽ കൺക്ലൂഷൻ നമുക്കെല്ലാവർക്കും അറിയാം. അവിടെ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി ഏലിയാവിൻ്റെ യാഗത്തെ ദൈവം അംഗീകരിച്ചതായിട്ട് അവിടെ കാണുന്നു. അങ്ങനെ ജനമൊക്കെയും ഏറ്റുപറഞ്ഞു, യഹോവ തന്നെ ദൈവം. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 39-ാമത്തെ വാക്യത്തിൽ പറയുന്നു: ജനമെല്ലാം അത് കണ്ട് കവിണ്ണു വീണു. യഹോവ തന്നെ ദൈവം, യഹോവ തന്നെ ദൈവമെന്ന് ജനമൊക്കെയും അന്ന് സാക്ഷീകരിച്ചു. ഇപ്പോൾ പണ്ട് കാലങ്ങളിൽ, പഴയ നിയമകാലങ്ങളിൽ ജാതികളുടെ ദൈവങ്ങൾ അനേകരുണ്ടായിരുന്നു. ഈ ജാതികളുടെ ദൈവങ്ങളെ ദുർഭൂതങ്ങളെന്നാണ് പഴയ നിയമത്തിൽ പറയുന്നത്. ആവർത്തന പുസ്തകം 32-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു. ആവർത്തന പുസ്തകം 32-17 നമ്മുടെ ശാബത്ത് സ്കൂൾ പാഠത്തിലുണ്ട്: അവർ ദുർഭൂതങ്ങൾക്ക്, വെള്ളമല്ലാത്തവയ്ക്കും, തങ്ങൾ അറിയാത്ത ദേവന്മാർക്കും ബലി കഴിച്ചു. അവരുടെ പിതാക്കന്മാർ അവയെ ഭജിച്ചിട്ടില്ല എന്നിവിടെ പറയുന്നു.
ഇപ്പോൾ പഴയ നിയമകാലത്ത് ദൈവത്തിൻ്റെ ജനം ജാതികളുടെ ആരാധനാമൂർത്തികളായ ദുർഭൂതങ്ങൾക്ക് ബലി കഴിച്ച അനുഭവങ്ങളെ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു. വീണ്ടും പുതിയ നിയമത്തിൽ 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുന്നു, പൗലോസ് പറയുകയാണ്, ജാതികൾ ബലി കഴിക്കുന്നത് ദൈവത്തിനല്ല, ഭൂതങ്ങൾക്ക് കഴിക്കുന്നു എന്നത്രേ. എന്നാൽ നിങ്ങൾ ഭൂതങ്ങളുടെ കൂട്ടാളികളാകുവാൻ എനിക്ക് മനസ്സില്ല എന്ന് പൗലോസ് പറയുന്നു. അപ്പോൾ ജാതികളുടെ ദൈവങ്ങൾക്ക് ബലി കഴിക്കുന്നതായ പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും ദൈവജനത്തിൻ്റെ അനുഭവത്തെ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു. പലപ്പോഴും ഈ പോരാട്ടം സ്വർഗത്തിൽ ആരംഭിച്ചുവെന്നും ഈ പോരാട്ടം ഇന്ന് ഭൂമിയിൽ നടക്കുന്നുവെന്നും നാം അറിഞ്ഞോ അറിയാതെയോ എല്ലാവരും ഈ പോരാട്ടത്തിൻ്റെ ഓരോ അംഗങ്ങളാണെന്നും ഈ പാഠത്തിൽ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. ഈ പാഠത്തിൽ നമുക്ക് നൽകുന്ന നിർദ്ദേശമെന്ന് പറയുന്നത് ഈ പോരാട്ടത്തിൽ അന്തിമമായി നമ്മുടെ ദൈവം പിശാചിനെ എന്നേക്കുമായി തോൽപ്പിക്കും എന്നീ പാഠം നമുക്ക് പ്രത്യാശ നൽകുന്നു. അതുകൊണ്ട് പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ മനോഹരമായ പാഠത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞായറാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. ഞായറാഴ്ച പഠിക്കുന്ന ഹെഡിങ് ഒരു ദൂതൻ വൈകിപ്പിച്ചു. ഞായറാഴ്ച പഠിക്കുന്ന ഹെഡിങ് ഒരു ദൂതൻ വൈകിപ്പിച്ചു. ഈ ആഴ്ചയിൽ നാം പോരാട്ടത്തിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന നിയമങ്ങളാണ്. നാം ഏത് കാര്യത്തിൽ പങ്കെടുത്താലും, ഒരു സ്പോർട്സിലാണെങ്കിലും ഒരു കോടതി മുറിയിലാണെങ്കിലും എവിടെ നാം പങ്കെടുത്താലും അതിലെല്ലാം ഓരോ നിയമങ്ങൾ നാം പാലിക്കേണ്ടതുണ്ട്. കോടതി മുറിയിലാണെങ്കിലും നിയമങ്ങൾക്ക് അടിസ്ഥാനമാണ്. സ്പോർട്സ് ആണെങ്കിലും നമ്മളതിൽ ഏർപ്പെടുമ്പോൾ നാം എല്ലാവരും ആ നിയമങ്ങൾ പാലിക്കേണ്ടവരാണ്. അപ്പോൾ പോരാട്ടത്തിൽ ഏർപ്പെടുമ്പോൾ നാം പാലിക്കേണ്ട ദൈവം നൽകിയിരിക്കുന്ന നിയമങ്ങൾ നാം മനസ്സിലാക്കിയിരിക്കണം. ഞായറാഴ്ചത്തെ പാഠത്തിൽ ഒരു ദൂതൻ വൈകിപ്പിച്ചു എന്നതാണ് ഹെഡിങ്. ഇവിടെ കഴിഞ്ഞ ആമുഖത്തിൽ പഠിച്ചതുപോലെ ജാതികളുടെ ദൈവങ്ങളെല്ലാം വ്യാജ ദൈവങ്ങളാണ്, വേഷം മാറി നടക്കുന്ന ദുർഭൂതങ്ങളാണ് എന്നാണ് ലേഖകൻ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഭൗമിക ഭരണാധികാരികളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദുർഭൂതങ്ങളാണ്, അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതായ 1/3 ദൂതന്മാരെ ഇവിടെ സൂചിപ്പിക്കുന്നു. ഇപ്പോൾ ഭൗമിക ഭരണാധികാരികൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന നാം കാണാത്തതായ ആ ദുർഭൂതങ്ങളുടെ ശക്തിയെ ഞായറാഴ്ചത്തെ പാഠത്തിൽ നമ്മെ മനസ്സിലാക്കി തരുന്നു. ഇവിടെ പ്രതിപാദ്യ വിഷയം ദാനിയേലിൻ്റെ പ്രവചനം 10-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വേദവാക്യങ്ങളാണ് പ്രതിപാദ്യ വിഷയം. ദാനിയേലിൻ്റെ പ്രവചനം 10-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വേദവാക്യങ്ങളാണ് പ്രതിപാദ്യ വിഷയം. ഇവിടെ പ്രാപഞ്ചിക പോരാട്ടത്തിന് അനുയോജ്യമായ എന്താണ് ഈ വാക്യങ്ങൾ പഠിപ്പിക്കുന്നത്? രണ്ടാമത് ചോദിക്കുന്നത്, ദൈവം അയച്ച ദൂതൻ 21 ദിവസം സഹിച്ചു നിന്നതിൽ നിങ്ങൾ എന്തു പറയുന്നു എന്നിവിടെ ചോദിക്കുന്നു. ഇപ്പം ഇവിടെ കോരേശിൻ്റെ 3-ാം ആണ്ടിൽ BC 534 ദാനിയേൽ ഈ 10-ാം അധ്യായത്തിലെ ഈ ദർശനം കാണുന്നത്. അന്ന് ദാനിയേലിന് 88 വയസ്സ് പ്രായമുണ്ടായിരുന്നു, ഒരു വൃദ്ധനായിരുന്നു. ദാനിയേൽ ഈ ദർശനം കണ്ടിട്ട് മുട്ടിപ്പായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ അർത്ഥത്തെ മനസ്സിലാക്കുവാൻ കഴിയാത്ത വിധത്തിൽ മുട്ടിപ്പായി പ്രാർത്ഥിക്കുമ്പോൾ 1-ാം ദിവസം തന്നെ സ്വർഗത്തിൽ നിന്ന് ദൈവം തൻ്റെ ദൂതനായ ഗബ്രിയേൽ മാലാഖയെ ദാനിയേൽ അരുളപ്പാട് നൽകുവാൻ അവിടെ പറഞ്ഞു വിടുന്നു. ദാനിയേലിൻ്റെ പ്രാർത്ഥനയുടെ ആരംഭത്തിൽ തന്നെ ദൈവം തൻ്റെ ദൂതനായ ഗബ്രിയേലിനെ അവിടെ അയക്കുന്നു. പക്ഷേ ഗബ്രിയേലിന് ആ സന്ദേശവുമായി ദാനിയേലിൻ്റെ അടുത്ത് എത്തിച്ചേരുവാൻ ബൈബിൾ പറയുന്നു 21 ദിവസം ഈ ലോകത്തിൻ്റെ പ്രഭുവായ പിശാചുമായി മല്ലിടേണ്ടി വന്നു. പാഠം ശ്രദ്ധിക്കുക. ഇവിടെ പറയുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദാനിയേൽ പ്രാർത്ഥിച്ചപ്പോൾ ആ ഫസ്റ്റ് ഡേയിൽ തന്നെ ദൈവം ദാനിയേലിന് ഉത്തരം നൽകുവാൻ ദൈവം ദൂതനായ ഗബ്രിയേലിനെ അയച്ചു. പക്ഷേ ഗബ്രിയേലിന്
ദാനിയേലിനോട് ഉത്തരം പറയുവാൻ കഴിഞ്ഞില്ല, ദൂത് അറിയിക്കുവാൻ കഴിഞ്ഞില്ല. കാരണം വരുന്ന വഴിയിൽ തന്നെ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ അനേക ദുർഭൂതങ്ങളുടെ ശക്തികൾ, അന്ധകാര ശക്തികൾ ഈ ലോകത്തിലുണ്ട്. അപ്പോൾ ഈ വരുന്ന വഴിയിൽ തന്നെ പ്രധാന ലോകത്തിൻ്റെ പ്രഭുവായ പിശാച് എന്ന ദൂതൻ ഗബ്രിയേലുമായി 21 ദിവസം ഇവിടെ മല്ലിടുന്നതായി ഇവിടെ കാണുന്നു. ഇവിടെ കോരേശിനെ കുറിച്ച് നമുക്ക് നൽകിയിരിക്കുന്ന ചിത്രമെന്ന് പറയുന്നത് യെശയ്യാവിൻ്റെ പ്രവചനം 44-ാം അധ്യായം 28-ാം വാക്യത്തിൽ പറയുന്നു. യെശയ്യാവിൻ്റെ പ്രവചനം 44:28, കോരേശിൻ്റെ ഇടയൻ, അവൻ എൻ്റെ ഹിതമൊക്കെയും നിവർത്തിക്കും എന്നും യെരൂശലേം പണിയപ്പെടുമെന്നും മന്ദിരത്തിന് അടിസ്ഥാനം ഇടുമെന്നും ഞാൻ കൽപ്പിച്ചു എന്നിവിടെ പറയുന്നു. അപ്പോൾ കോരേശ് ദൈവത്തിൻ്റെ അരുളപ്പാട് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു നല്ല ഇടയനായിട്ടാണ് ബൈബിൾ പ്രതിപാദിക്കുന്നത്. പക്ഷേ പാർസി രാജാവായ ഈ കോരേശിൻ്റെ കാലത്ത് ദൈവജനത്തിന് ലഭിക്കേണ്ട ആനുകൂല്യം ലഭിക്കുന്നതിന് വേണ്ടി 21 ദിവസം ഇവിടെ ഗബ്രിയേൽ മാലാഖ ലോകത്തിൻ്റെ പ്രഭുവായ, അല്ലെങ്കിൽ പാർസി രാജ്യത്തിൻ്റെ പ്രഭു എന്ന് മറഞ്ഞിരിക്കുന്നതായ പിശാചുമായി ഇവിടെ മല്ലിടേണ്ടി വന്നു. കോരേശിൻ്റെ ഹൃദയത്തെ മാറ്റുവാൻ വേണ്ടി എലൻ ജി വൈറ്റ് അതിനെക്കുറിച്ച് പറയുന്നത്, കോരേശിൻ്റെ മനസ്സിൻ്റെ സ്വാധീനം ചെറുക്കുവാൻ, കോരേശിൻ്റെ മനസ്സിലുള്ള സ്വാധീനത്തെ ചെറുക്കുവാൻ ഗബ്രിയേൽ മാലാഖ 3 ആഴ്ച കോരേശിൻ്റെ ഹൃദയത്തിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നു. ഇവിടെ 1-ാമത്തെ ദിവസം തന്നെ നൽകിയതായ ദൂത് ദാനിയേലിന് നൽകുവാൻ കഴിയാതെ ഗബ്രിയേൽ മാലാഖ ഈ ലോകത്തിൻ്റെ പ്രഭുവായ പിശാചുമായി ഇവിടെ മല്ലിടുന്നതായി കാണുന്നു. ഇവിടെ പറയുന്നത്, ഈ ദാനിയേൽ എന്ന ഞാൻ 3 ആഴ്ചവട്ടം മുഴുവനും ദുഃഖിച്ചു കൊണ്ടിരുന്നു. 3 ആഴ്ചവട്ടം മുഴുവനും കഴിയുവോളം ഞാൻ സ്വാദുഭോജനം ഭക്ഷിക്കുകയോ മാംസവും വീഞ്ഞും ആസ്വദിക്കുകയോ ചെയ്തിട്ടില്ല, എണ്ണ തേച്ചിട്ടില്ല. അങ്ങനെ അദ്ദേഹം ഇരിക്കുമ്പോൾ 5-ാം വാക്യം പറയുന്നു, 10-5 നദീതീരത്തിരിക്കയിൽ തലപൊക്കി നോക്കിയപ്പോൾ ശനവസ്ത്രം ധരിച്ചും അരയ്ക്ക് ഊഫാസ് തങ്കം കൊണ്ടുള്ള കച്ചുകെട്ടിയും ഇരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു. അവൻ്റെ ദേഹം ഗോമേതകം പോലെയും മുഖം മിന്നൽ പ്രകാശം പോലെയും കണ്ണ് തീപ്പന്തം പോലെയും ഭുജങ്ങളും കാലുകളും മിനുക്കിയ താമ്രത്തിൻ്റെ വർണ്ണം പോലെയും അവൻ്റെ വാക്കുകളുടെ ശബ്ദം ഒരു പുരുഷാരത്തിൻ്റെ ആരവം പോലെയുമായിരുന്നു. അപ്പോൾ ഗബ്രിയേൽ മാലാഖയെ സഹായിക്കുവാൻ വേണ്ടി മിഖായേൽ എന്ന് പറയുന്ന പ്രധാന ദൂതനെ തന്നെ ദൈവം അയക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ബൈബിൾ പ്രവചനത്തിലെ മിഖായേൽ എന്ന് പറയുമ്പോൾ കർത്താവ് യേശുക്രിസ്തുവിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഗബ്രിയേൽ മാലാഖയെ സഹായിക്കുന്നതിന് വേണ്ടി ദാനിയേലിനോട് ആ ദൂത് നൽകുന്ന കാര്യത്തിൽ ഗബ്രിയേൽ മാലാഖയെ സഹായിക്കുന്നതിന് വേണ്ടി ദൈവം വീണ്ടും പ്രധാന ദൂതനായ മിഖായേലിനെ, കർത്താവ് യേശുക്രിസ്തുവിനെ അവിടെ അയക്കുന്നു. യേശുക്രിസ്തുവിനെ കുറിച്ചാണ് അവിടെ വർണ്ണിക്കുന്നത്. ദാനിയേൽ നേരിട്ട് ആ പുരുഷനെ കാണുകയാണ്, കർത്താവിനെ കാണുകയാണ്. ശനവസ്ത്രം ധരിച്ചും അരയ്ക്ക് യൂഫാസ് തങ്കം കൊണ്ടുള്ള കച്ചുകെട്ടിയും ഇരിക്കുന്ന ആ പുരുഷനെ കണ്ടു. അവൻ്റെ ദേഹം ഗോമേതകം പോലെയും അവൻ്റെ മുഖം മിന്നൽ പ്രകാശം പോലെയും കണ്ണുകൾ തീപ്പന്തം പോലെയും ഭുജങ്ങളും കാലുകളും മിനുക്കിയ താമ്രത്തിൻ്റെ വർണ്ണം പോലെയും അവൻ്റെ വാക്കുകളുടെ ശബ്ദം ഒരു പുരുഷാരത്തിൻ്റെ ആരവം പോലെയുമായിരുന്നു. ദാനിയേൽ എന്ന ഞാൻ മാത്രം ഈ ദർശനം കണ്ടു. എന്നോട് കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ദർശനം കണ്ടില്ല. എങ്കിലും ഒരു മഹാഭ്രമം അവർക്ക് പിടിച്ചിട്ട് അവർ ഓടി ഒളിച്ചു. അങ്ങനെ ഞാൻ തനിക്ക് ശേഷിച്ചിരുന്ന ഈ മഹാദർശനം കണ്ട് എനിക്കൊട്ടും ബലം ശേഷിച്ചിരുന്നില്ല. എൻ്റെ മുഖശോഭ ക്ഷയിച്ചു പോയി, എനിക്കൊട്ടും ബലമില്ലാതെയായി. എന്നാൽ ഞാൻ അവൻ്റെ വാക്കുകളുടെ ശബ്ദം കേട്ടു. അവൻ്റെ വാക്കുകളുടെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ ബോധം കെട്ട് നിലത്ത് കവിണ് വീണു. എന്നാറേ ഒരു കൈ എന്നെ തൊട്ടു, എന്നെ മുഴങ്കാലും ഉള്ളം കൈയും കൊണ്ട് ഊന്നി വിറയലോടെ നിൽക്കുമാറാക്കി. അവൻ എന്നോട് 11-12 വാക്യങ്ങൾ ശ്രദ്ധിക്കുക. ദാനിയേൽ പ്രവചനം 10-ാം അധ്യായം 11-12 വാക്യങ്ങൾ. എൻ്റെ പ്രിയ പുരുഷനായ ദാനിയേലേ, ഞാൻ നിന്നോട് പറയുന്ന വചനങ്ങളെ ശ്രദ്ധയോടെ നിവർന്നു നിൽക്ക. ഞാനിപ്പോൾ നിന്റെ അടുക്കൽ അയക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ ഈ വാക്ക് എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ വിറച്ചുകൊണ്ട് നിവർന്നു നിന്നു. അവൻ എന്നോട് പറഞ്ഞത്, ദാനിയേലേ, ഭയപ്പെടേണ്ട. നീ തിരിച്ചറിയേണ്ടതിനും നിന്റെ ദൈവത്തിൻ്റെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തേണ്ടതിനും മനസ്സ് വെച്ച ആദ്യ ദിവസം മുതൽ നിന്റെ വാക്ക് കേട്ടിരിക്കുന്നു. അപ്പോൾ ദാനിയേലിൻ്റെ പ്രാർത്ഥന ഫസ്റ്റ് ഡേയിൽ തന്നെ, ആദ്യ ദിവസം തന്നെ സ്വർഗത്തിൽ ദൈവം അത് കേട്ടിരിക്കുന്നു. നിന്റെ വാക്ക് ഹേതുവായി തന്നെ ഞാൻ വന്നിരിക്കുന്നു. പാർസി രാജ്യത്തിൻ്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്തു നിന്നു. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, പാർസി രാജ്യത്തിൻ്റെ പ്രഭു കോരേശിനെ അല്ല ഇവിടെ സൂചിപ്പിക്കുന്നത്. പാർസി രാജ്യത്തിൻ്റെ പ്രഭു എന്ന് നാം മനസ്സിലാക്കേണ്ടത് പിശാചിനെയാണ്. ഈ ലോകത്തിൻ്റെ പ്രഭുവായ സാത്താനെയാണ് പാർസി രാജ്യത്തിൻ്റെ പ്രഭു എന്ന്
ഇവിടെ പ്രവചനത്തിൽ പറയുന്നത്. അതുകൊണ്ട് പാർസി രാജ്യത്തിൻ്റെ പ്രഭുവായ പിശാച് എന്നോട് 21 ദിവസം എതിർത്തു നിന്നു, എങ്കിലും പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുത്തനായ മിഖായേൽ എന്നെ സഹായിപ്പാൻ വന്നു. അല്ലേ? ഇവിടെ കർത്താവ് ഗബ്രിയേൽ മാലാഖയെ ആ ദൂത് നൽകുന്ന കാര്യത്തിൽ സഹായിപ്പാനായിട്ട് വന്ന കാര്യം ഇവിടെ പറയുന്നു. അതുകൊണ്ട് ഞായറാഴ്ചത്തെ പാഠത്തിൽ പറയുന്നത്, ഒരു പോരാട്ടം ശക്തമാകണമെങ്കിൽ ദൈവം എല്ലാ ശക്തിയും ഉപയോഗിക്കരുത് എന്നിവിടെ പറയുന്നു. ഒരു പോരാട്ടം ശക്തമാകണമെങ്കിൽ ദൈവം എല്ലാ ശക്തിയും ഉപയോഗിക്കരുത്. കാരണം നമുക്ക് പ്രതിയോഗിയായി നിൽക്കുന്ന വ്യക്തിക്കും നാം ഈ പോരാട്ടത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയുള്ള സ്വാതന്ത്ര്യം നൽകണം. ലേഖകൻ വ്യക്തമായി പറയുന്നു, ഏർപ്പെടൽ നിയമങ്ങൾ, പോരാട്ടത്തിലെ ഏർപ്പെടൽ നിയമങ്ങളിൽ നമുക്കറിയാം നമ്മുടെ ദൈവം സർവശക്തനാണ്. നമ്മുടെ ദൈവം സർവശക്തനാണ്. പോരാട്ടത്തിൽ ജയിക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. എങ്കിലും ദൈവത്തോട് പോരാടുന്നതായ പ്രതിയോഗിയായ പിശാചിന് പോരാടുവാനുള്ള സ്വാതന്ത്ര്യം നൽകണം എന്ന് ഈ പാഠം നമ്മെ ചർച്ച ചെയ്യുന്നു. കാരണം രണ്ട് കക്ഷികൾക്കും അറിയാവുന്ന തരത്തിലെ നിബന്ധനകൾ പാലിച്ചാണ് ഈ രണ്ട് കക്ഷികളും പോരാടുന്നത്. അതുകൊണ്ട് ഈ പ്രാപഞ്ചിക പോരാട്ടത്തിൽ ഇന്നത്തെ പാഠം ശക്തമായി ഒരു കാര്യം പറയുന്നു. പ്രാപഞ്ചിക പോരാട്ടത്തിൽ ദൂതന്മാർക്ക് പോലും ചില പരിമിതികളുണ്ട്. വാക്കുകൾ ശ്രദ്ധിക്കുക. ഞായറാഴ്ചത്തെ പാഠം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നത്, ഈ പ്രാപഞ്ചിക പോരാട്ടത്തിൽ ദൂതന്മാർക്ക് പോലും അവരുടെ വേലകൾ ചെയ്യുവാൻ ചില പരിമിതികളുണ്ട്. കാരണം ഇവിടെ ദൈവത്തിൻ്റെ ദൂതൻ ഗബ്രിയേൽ മാലാഖയ്ക്ക് ഈ ദൂത് നൽകിയപ്പോൾ 21 ദിവസം ഈ ലോകത്തിൻ്റെ പ്രഭുവായ പിശാച് എന്ന ദൂതൻ ഈ ദൂത് നൽകുവാൻ വൈകിപ്പിച്ചു. അതിൻ്റെ അർത്ഥം ഈ ലോകത്തിൻ്റെ ദൂതന്മാർക്ക് പോലും, ദൈവത്തിലെ സ്വർഗീയ ദൂതന്മാർക്ക് പോലും പ്രവർത്തിക്കുന്ന കാര്യത്തിൽ ചില പരിമിതികൾ ഉണ്ട്. അതുകൊണ്ട് ഞായറാഴ്ചത്തെ പാഠത്തിൽ പ്രധാനമായും പറയുന്നത്, ഈ പോരാട്ടത്തിൽ ദൈവം ഏർപ്പെടുന്നത് സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. സ്നേഹത്തിൽ അധിഷ്ഠിതമായാണ് നമ്മുടെ ദൈവം ഈ പോരാട്ടത്തിൽ ഏർപ്പെടുന്നത്. ഈ പോരാട്ടത്തിൽ സ്നേഹമാണ് പ്രധാന വിഷയം. അതുകൊണ്ട് നമ്മുടെ ഭരണകൂടത്തിൻ്റെ, സ്വർഗീയ ഭരണകൂടത്തിൻ്റെ അടിസ്ഥാനം തന്നെ സ്നേഹത്തിൽ ആണ് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ സ്നേഹത്തിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ ദൈവം ഈ പോരാട്ടത്തിൽ പങ്കെടുക്കുന്നതെന്ന് ലേഖകൻ വ്യക്തമായി പറയുന്നു. അതുകൊണ്ട് ബലപ്രയോഗത്തിലൂടെ അല്ല നമ്മുടെ ദൈവം ഈ പോരാട്ടത്തിൽ പങ്കെടുക്കുന്നത്, മറിച്ച് സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ദൈവം ഈ പോരാട്ടത്തിൽ പങ്കെടുക്കുന്നതെന്ന് ഞായറാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. തിങ്കളാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. തിങ്കളാഴ്ച വെളിപ്പാടിലെ മഹാസർപ്പം എന്നതാണ് വിഷയം. വെളിപ്പാട് പ്രവചനത്തിലെ മഹാസർപ്പം. തിങ്കളാഴ്ചത്തെ ഭാഗത്ത് ആമുഖത്തിൽ ലേഖകൻ പറയുന്നു, ലോകത്തെ മുഴുവനും വഞ്ചിക്കുന്ന മഹാസർപ്പം എന്ന പിശാചിനെ തിങ്കളാഴ്ചത്തെ പാഠത്തിൽ ചിത്രീകരിക്കുന്നു. ലോകത്തെ മുഴുവനും വഞ്ചിക്കുന്ന മഹാസർപ്പം എന്ന പിശാചിനെ ഈ പോരാട്ടത്തിൽ ഈ വർണ്ണിക്കുകയാണ്. വെളിപ്പാട് പ്രവചനം 13-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള പ്രതിപാദ്യ വിഷയത്തിൽ, വെളിപ്പാട് പ്രവചനം 13-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള പ്രതിപാദ്യ വിഷയത്തിൽ മഹാസർപ്പത്തിൻ്റെ ഭരണ അതിർത്തിയുടെ വ്യാപ്തിയെക്കുറിച്ച് ഇത് വെളിപ്പെടുത്തുന്നത് എന്താണെന്ന് ഇവിടെ ചോദിക്കുകയാണ്. മഹാസർപ്പത്തിൻ്റെ ഭരണ അതിർത്തിയുടെ വ്യാപ്തിയെക്കുറിച്ച് ഇത് വെളിപ്പെടുത്തുന്നത് എന്താണ്? വെളിപാട് പ്രവചനം 13-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ, അപ്പോൾ 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയും, തലയിൽ ദൂഷണനാമങ്ങളുള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശ്യവും അതിൻ്റെ കാൽ കരടിയുടെ കാൽ പോലെയും വാ സിംഹത്തിൻ്റെ വാ പോലെയുമായിരുന്നു. അതിന് മഹാസർപ്പം തൻ്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. ഇവിടെ ആമുഖത്തിൽ പറയുന്നത് സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗത്തെക്കുറിച്ചാണ് ആമുഖത്തിൽ പറയുന്നത്. സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം എന്ന വാക്ക് പ്രവചനത്തിൽ പറയുന്നത് ലോകരാജ്യങ്ങളെയാണ് പ്രധാനമായും കുറിക്കുന്നത്. പ്രവചനത്തിൽ മൃഗമെന്ന് പറയുന്നത് ലോകരാജ്യങ്ങളെ കുറിക്കുകയാണ്.
ഇനി സമുദ്രത്തിൽ നിന്ന് കയറി വരിക എന്ന് പറയുമ്പോൾ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. പുതിയ പുതിയ രാഷ്ട്രങ്ങളെയും പുതിയ പുതിയ സാമ്രാജ്യങ്ങളെയാണ് പ്രവചനത്തിൽ സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന മൃഗത്തെ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈ മൃഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ കാണുന്ന മൃഗം പുള്ളിപ്പുലിക്ക് സദൃശ്യമാണ്, അല്ലേ? പുള്ളിപ്പുലിക്ക് സദൃശ്യമാണ്. പക്ഷേ അതിൻ്റെ കാല് കരടിയുടെ കാല് പോലെയാണ്. ഇനി അതിൻ്റെ വാ സിംഹത്തിൻ്റെ വാ പോലെയാണ്, അല്ലേ? അതിന് 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ രാജകിരീടവും തലയിൽ ദൂഷണനാമങ്ങളും ഉണ്ട് എന്നിവിടെ പറയുന്നു, അല്ലേ? ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായത്തിൽ നമുക്കറിയാം, ഇവിടെ സിംഹം എന്ന് പറയുന്നത് ബാബിലോൺ സാമ്രാജ്യത്തെ സൂചിപ്പിക്കുന്നു. ഇനി കരടി എന്ന് പറയുന്നത് മേദിയ പേർഷ്യയെ സൂചിപ്പിക്കുന്നു. പുള്ളിപ്പുലി എന്ന് പറയുന്നത് യവന സാമ്രാജ്യം അല്ലെങ്കിൽ ഗ്രീക്ക് സാമ്രാജ്യത്തെ സൂചിപ്പിക്കുന്നു. 10 കൊമ്പുകൾ എന്ന് പറയുന്നത് അവസാനം വന്ന 4ാമത്തെ സാമ്രാജ്യമാകുന്ന റോമ സാമ്രാജ്യത്തെ കുറിക്കുന്നുവെന്ന് വേദപണ്ഡിതന്മാർക്ക് അല്ലെങ്കിൽ ചരിത്രം പഠിക്കുന്ന പ്രവചനം പഠിക്കുന്ന ദൈവമക്കൾക്ക് അറിയാം. അപ്പം ഇവിടെ ഈ മൃഗത്തിനൊരു വലിയൊരു പ്രത്യേകതയുണ്ട്. ഈ മൃഗത്തിൻ്റെ ഒരു വല്ലാത്തൊരു ഘോരമായൊരു ചിത്രമാണ് ഇവിടെ കാണുന്നത്. കാരണം പുള്ളിപ്പുലിക്ക് സദൃശ്യമാണ്, പക്ഷേ കരടിയുടെ കാല്, സിംഹത്തിൻ്റെ വാ, അങ്ങനെ ഒരു പ്രത്യേകതരം മൃഗത്തെയാണ് ഇവിടെ കാണുന്നത്. ഈ മൃഗത്തിന് മഹാസർപ്പം തൻ്റെ ശക്തിയും സിംഹാസനവും അധികാരവും കൊടുത്തു എന്നിവിടെ പറയുന്നു. ഇനി ഈ മൃഗം ആര്, അല്ലേ? ഈ മഹാസർപ്പം ഏത് മൃഗത്തിനാണ് ഈ ശക്തി അധികാരം ഒക്കെ കൊടുത്തത് എന്നിവിടെ പറയുന്നു. ചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാം, റോമർ സാമ്രാജ്യത്തിൽ ജസ്റ്റീനിയൻ ചക്രവർത്തിക്ക് ശേഷം അതുവരെ ചക്രവർത്തിമാരാണ് രാജ്യം ഭരിച്ചത്. ബാബിലോണിലാണെങ്കിലും മേദ്യ പേർഷ്യയിലാണെങ്കിലും യവന സാമ്രാജ്യത്തിലാണെങ്കിലും എല്ലാം ഭരിച്ചത് ചക്രവർത്തിമാരായിരുന്നു. പക്ഷേ ജസ്റ്റീനിയൻ ചക്രവർത്തി, റോമ സാമ്രാജ്യത്തിലെ ജസ്റ്റീനിയൻ ചക്രവർത്തിക്ക് ശേഷം ഈ ചക്രവർത്തി ഭരണം തീരുകയും ശക്തി പാപ്പത്വത്തിന് നൽകുന്നതായിട്ട് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഈ ശക്തി, ചക്രവർത്തിയുടെ ഭരണം തീർന്നിട്ട് രാജഭരണത്തിൻ്റെ ശക്തി പാപ്പാത്വ ശക്തിക്ക് അല്ലെങ്കിൽ മാർപ്പാപ്പയ്ക്ക് നൽകുന്നതായിട്ട് വേദപഠനം നമ്മെ പഠിപ്പിക്കുന്നു. ഇവിടെ AD 538 ഈ ചക്രവർത്തി ഭരണം തീർന്നിട്ട് അത് മാർപ്പാപ്പയ്ക്ക് നൽകുന്നതായിട്ട് ഇവിടെ കാണുന്നത്. ഇവിടെ നമ്മെ മനസ്സിലാക്കി തരുന്നത്, അതിൻ്റെ 3-ാം വാക്യം പറയുന്നു, അതിൻ്റെ തലകളിലൊന്ന് മരണകരമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു. അതിൻ്റെ മരണകരമായ മുറിവ് പുറത്തുപോയി, സർവ്വഭൂമിയും മൃഗത്തെ കണ്ട് വിസ്മയിച്ചു, അല്ലേ? അപ്പോൾ അതിൻ്റെ തലകളിലൊന്ന് മരണകരമായ മുറിവേറ്റതുപോലെ ഇവിടെ കാണുന്നതായിട്ട് ഇവിടെ പത്മോസിലെ യോഹന്നാൻ പറയുകയാണ്. വേദപണ്ഡിതന്മാർ അല്ലെങ്കിൽ ചരിത്രം പഠിക്കുന്ന ഏതൊരു വേദ വിദ്യാർത്ഥിക്കും അറിയാം, ജസ്റ്റീനിയൻ ചക്രവർത്തിക്ക് ശേഷം 538 AD മുതൽ ഈ റോമ സാമ്രാജ്യത്തിൻ്റെ ഭരണം പാപ്പാത്വ ശക്തിക്ക് കൈമാറുകയും അങ്ങനെ ഇവിടെ 1260 ദിവസം 1260 വർഷം അന്ധകാര യുഗത്തിലൂടെ ദൈവമക്കൾ കടന്നു പോയതായിട്ട് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. 1260 വർഷം അല്ലെങ്കിൽ 1260 ദിവസം എന്ന് പറയുന്നത് പ്രവചനത്തിൽ വർഷമായി കണക്കാക്കുന്നു. അതിന് 42 മാസമെന്ന് പറയാം, അല്ലെങ്കിൽ ഒരു കാലം, ഇരുകാലം, അരക്കാലം എന്ന് പറയാം. ഒരു കാലം എന്ന് പറയുമ്പോൾ യഹൂദ കലണ്ടർ അനുസരിച്ച് 360 ദിവസം, ഇരുകാലം എന്ന് പറയുമ്പോൾ 780 ദിവസം, 720 ദിവസം. ഇനി അരക്കാലം എന്ന് പറയുന്നത് 180 ദിവസം. അതൊരുമിച്ച് കൂട്ടുമ്പോഴും 1260 ദിവസം കിട്ടും. അപ്പോൾ ഒന്നുകിൽ നമുക്ക് 1260 ദിവസം എന്ന് പറയാം, അല്ലെങ്കിൽ വർഷം എന്ന് പറയാം, 2 അല്ലെങ്കിൽ 42 മാസം എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു കാലം, ഇരുകാലം, അരക്കാലം എന്നിവിടെ വർണ്ണിക്കാം. ഇവിടെ നമ്മെ മനസ്സിലാക്കി തരുന്നത്, ഈ മൃഗത്തിന് ഒരു മരണകരമായ മുറിവ് സംഭവിച്ചു എന്നിവിടെ പറയുന്നു. അത് അതിൻ്റെ കാലഘട്ടം AD 538 മുതൽ 1798 ഇതിനൊരു മരണകരമായ മുറിവ് സംഭവിച്ചു. നമുക്കറിയാം, അന്നത്തെ പോപ്പായ പയസിന്, മാർപ്പാപ്പായ പയസിന് അന്നത്തെ ഫ്രഞ്ചിലെ ജനറൽ ബെർത്തിയർ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ആ സ്ഥാനത്ത് നിന്ന് സ്ഥാനഭ്രഷ്ടനാക്കുകയും ചെയ്തു എന്ന് നമുക്കറിയാം. അതാണ് ഇവിടെ മരണകരമായ മുറിവായി പ്രവചനത്തിൽ പറയുന്നത്. വീണ്ടും 1799 അദ്ദേഹം മരണപ്പെട്ടു. എങ്കിലും 1800 ആയപ്പോൾ പുതിയ മാർപ്പാപ്പയെ അവിടെ അവരോധിക്കുകയും ചെയ്തു.
അതാണ് മരണകരമായ മുറിവ് പുറത്തുപോയി എന്നിവിടെ പറയുന്നത്. 1800 മുതൽ വീണ്ടും പാപ്പാത്ത ശക്തി ലോകത്തിൽ പ്രബലപ്പെടുന്നതായിട്ട് ഇവിടെ കാണുന്നു. അതിൽ 4-ാം വാക്യം പറയുന്നത്, മൃഗത്തിന് അധികാരം കൊടുത്തതുകൊണ്ട് അവർ മഹാസർപ്പത്തെ നമസ്കരിച്ചു. മൃഗത്തോട് തുല്യനാർ, അതിനോട് പൊരുതുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞ് മൃഗത്തെയും നമസ്കരിച്ചു. ഇനി മൃഗത്തിൻ്റെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് 6-ാം വാക്യം പറയുന്നു. 5-ാം വാക്യം പറയുന്നു, വമ്പും ദൂഷണവും സംസാരിക്കുന്ന വാ അതിന് ലഭിച്ചു. അല്ലെ, വമ്പും ദൂഷണവും സംസാരിക്കുന്ന വാ അതിന് ലഭിച്ചു എന്ന് വെച്ചാൽ എപ്പോഴും ദൈവത്തിനെതിരെ മത്സരിക്കുന്ന ഒരു സ്വഭാവം, ദൈവത്തിനെതിരെ എപ്പോഴും അപവാദം പറയുന്ന രീതിയും ഈ മൃഗത്തിനുണ്ടായിരുന്നു എന്ന് പറയുന്നു. കൂടാതെ ഈ മൃഗത്തിന് 42 മാസം പ്രവർത്തിപ്പാനുള്ള അധികാരവും മഹാസർപ്പം നൽകി എന്നിവിടെ പറയുന്നു. ആ 42 മാസത്തെയാണ് 1260 വർഷമെന്നും അല്ല എങ്കിൽ ഒരു കാലം, ഇരുകാലം, അരക്കാലമെന്ന് പ്രവചനത്തിൽ പറയുന്നത്. അത് ആരംഭിക്കുന്നത് AD 538, അത് അവസാനിക്കുന്നത് AD 1798 അന്നത്തെ മാർപ്പാപ്പയെ അറസ്റ്റ് ചെയ്യുന്ന ആ ഒരു കാലഘട്ടം. അതുവരെ നമുക്കറിയാം, ചരിത്രകാരന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് അതൊരു അന്ധകാര യുഗമായിരുന്നു. അല്ലേ, അതൊരു അന്ധകാര യുഗമായിരുന്നു. ദൈവമക്കൾക്ക് അതൊരു അന്ധകാര യുഗമായിരുന്നു. ബൈബിൾ വായിക്കുന്നതിനും അതിനെ പ്രചരിപ്പിക്കുന്നതിനും സുവിശേഷം പ്രചരിപ്പിക്കുന്നതിനൊക്കെ ആ കാലത്ത് സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു എന്നിവിടെ പറയുന്നു. അങ്ങനെ 42 മാസം പ്രവർത്തിപ്പാൻ ഈ മൃഗത്തിന് മഹാസർപ്പം അധികാരം നൽകി. അല്ലേ, അത് ദൈവത്തിൻ്റെ നാമത്തെയും അതിൻ്റെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും ദൂഷിപ്പാൻ ദൈവദൂഷണത്തിനായി വാതുറന്നു. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാനും അതിന് അധികാരം ലഭിച്ചു. സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അറുക്കപ്പെട്ട അധികാരം ലഭിച്ചു. അതിൽ 8-ാം വാക്യം ശ്രദ്ധിക്കുക, ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേര് എഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും എന്നിവിടെ പറയുന്നു. ഇവിടെ നമ്മെ മനസ്സിലാക്കി തരുന്നത്, ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത എല്ലാവരും മഹാസർപ്പം അധികാരം നൽകിയതായ ഈ മൃഗത്തെ അല്ലെങ്കിൽ പാപ്പാത്ത ശക്തിയെ നമസ്കരിക്കും എന്നിവിടെ പറയുന്നു. അതുകൊണ്ട് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് ഇവിടെ നമ്മെ മനസ്സിലാക്കി തരുന്നു. അപ്പോൾ ഇവിടെ വെളിപാടിലെ ഈ മഹാസർപ്പത്തിൻ്റെ അധികാരത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒരു ഭൗമിക രാഷ്ട്രശക്തിയാണ്. ഈ ഭൗമിക രാഷ്ട്രശക്തിയായ പാപ്പത്വ ശക്തി എപ്പോഴും ദൈവത്തിന് മാത്രം അർഹതപ്പെട്ടതായ ആരാധനയിലേക്ക് നുഴഞ്ഞു കയറുവാനുള്ളതായ സൂത്രം എപ്പോഴും ഇത് പ്രയോഗിക്കുമായിരുന്നു. കൂടാതെ ദൈവത്തിനെതിരെ എപ്പോഴും ദൂഷണം സംസാരിക്കുകയും ദൈവത്തിൻ്റെ വിശുദ്ധന്മാർക്കെതിരെ എപ്പോഴും യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതായ ഒരു അനുഭവത്തെയാണ് ഈ മൃഗത്തെ സൂചിപ്പിക്കുന്നത്. സമുദ്രത്തിൽ നിന്ന് കയറി വന്നതായ ഈ മൃഗത്തെ സൂചിപ്പിക്കുന്നത്. എങ്കിലും ഈ മൃഗത്തിനും ചില പരിമിതികളുണ്ട് എന്നിവിടെ പറയുന്നു. അതുകൊണ്ട് ദൈവമക്കൾക്ക് ആനന്ദിപ്പാൻ ഒരു വാക്യം പറയുന്നു. വെളിപാട് പ്രവചനം 12:12 പറയുന്നത്, വെളിപാട് പ്രവചനം 12:12, ആകയാൽ സ്വർഗവും അതിൽ വസിക്കുന്നവരുമായുള്ളവരെ ആനന്ദിപ്പീൻ. ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം, പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു. അപ്പോൾ ഈ പോരാട്ടത്തിൽ ഏർപ്പെടുമ്പോൾ പിശാചിനറിയാം എനിക്ക് അല്പകാലമേ ഉള്ളൂ. അല്ലേ, പിശാചിൻ്റെ ശക്തിക്കും എന്തുണ്ട്? പരിമിതികളുണ്ട്. പിശാചിൻ്റെ ശക്തിക്കും എന്തുണ്ട്? പരിമിതികളുണ്ട്. അപ്പോൾ പിശാചിനറിയാം എനിക്കിനി അല്പകാലമേ ഉള്ളൂ. അതുകൊണ്ട് ദൈവമക്കളോട് പറയുകയാണ്, അതുകൊണ്ട് ആനന്ദിപ്പീൻ, സ്വർഗവും അതിൽ വസിക്കുന്നവളുമായുള്ളവരെ ആനന്ദിപ്പീൻ. കാരണം പിശാചിന് അല്പകാലമേ ഉള്ളൂ. അല്ലേ, ഈ ദുഷ്ടശക്തിയുടെ ശക്തി എന്നേക്കുമായി തീരും. വാസ്തവത്തിൽ അന്തിമമായി ഈ പോരാട്ടത്തിൽ ദൈവം ജയിക്കുമെന്ന് ദൈവമക്കൾക്ക് പ്രത്യാശ നൽകുന്നു. അതുകൊണ്ടാണ് വെളിപാട് പ്രവചനം 21:4 പറയുന്നത്, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണമുണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല, കാരണം ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. അല്ലേ, വെളിപാടിലെ മഹാസർപ്പം ലോകത്തെ മുഴുവനും വഞ്ചിച്ചുകൊണ്ട് ചിത്രീകരിക്കുന്ന ആ വലിയ പിശാചിനെ തിങ്കളാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. മഹാസർപ്പം സർവ്വ അധികാരവും ശക്തിയും സമുദ്രത്തിൽ നിന്ന് കയറി വന്നതായ ആ മൃഗത്തിന് നൽകുന്നു. ആ മൃഗം AD 538 മുതൽ 1798 വരെ ആ പാപ്പാത്വ ശക്തി ഇവിടെ ഭരിക്കുകയും മതപീഡനത്തിലൂടെ അനേകരെ കൊന്നൊടുക്കുകയും, അല്ലേ, ദൈവമക്കൾക്ക് ഉള്ളതായ ആരാധന സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുകയും
അനേകരെ അതിലേക്ക് വലിച്ചഴയ്ക്കുകയും ചെയ്തു എന്നിവിടെ പറയുന്നു. എങ്കിലും നമുക്ക് നൽകുന്ന ഒരു പ്രത്യാശ എന്ന് പറയുന്നത് ഈ ശക്തിക്ക് അല്പകാലമേ ഉള്ളൂ, അല്ലേ? ഈ ശക്തിക്ക് അല്പകാലമേ ഉള്ളൂ. അതുകൊണ്ട് ദൈവം ഈ പോരാട്ടത്തിൽ മഹാസർപ്പത്തെ എന്നേക്കുമായി തോൽപ്പിച്ചുകൊണ്ട് ഈ പോരാട്ടത്തിൽ ദൈവം അന്തിമമായി ജയിക്കുമെന്ന് തിങ്കളാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. ചൊവ്വാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. ചൊവ്വാഴ്ച പഠിക്കുന്ന ഹെഡിങ് ഇയ്യോബിൻ്റെ അനുഭവം. ചൊവ്വാഴ്ച പഠിക്കുന്ന ഹെഡിങ് ഇയ്യോബിൻ്റെ അനുഭവം. പ്രാപഞ്ചിക പോരാട്ടത്തിൻ്റെ ഏറ്റവും ശക്തമായ ഒരു തെളിവ് നമ്മുടെ ബൈബിളിൽ കാണുന്നത് ഇയ്യോബിൻ്റെ ജീവിത അനുഭവവുമായി ബന്ധപ്പെട്ടാണ്. വാക്കുകൾ ശ്രദ്ധിക്കുക. പ്രാപഞ്ചിക പോരാട്ടത്തിൽ ഏറ്റവും ശക്തമായ ഒരു ക്ലിയർ പിക്ചർ നമുക്ക് കാണുന്നത് ഇയ്യോബിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടാണ്. കാരണം ഇത് വൻ പോരാട്ടത്തിൻ്റെ ഒരു വലിയ യാഥാർത്ഥ്യത്തിലേക്ക് ചില ഉൾക്കാഴ്ചകൾ ഈ ഇയ്യോബിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ നൽകുന്നു. ഇയ്യോബിൻ്റെ ലേഖനം, ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വേദവാക്യങ്ങളിൽ, കൂടാതെ 2-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വേദവാക്യങ്ങളിൽ ഈ വൻ പോരാട്ടത്തിലെ ചില തത്വങ്ങളെ ഇവിടെ മനസ്സിലാക്കി തരുന്നു. വൻ പോരാട്ടത്തിൽ നാം പാലിക്കേണ്ട ചില തത്വങ്ങളെ, ഏർപ്പെടൽ നിയമങ്ങളിൽ നാം പാലിക്കേണ്ട, പോരാട്ടത്തിലെ ഏർപ്പെടൽ നിയമങ്ങളിൽ പാലിക്കേണ്ട ചില തത്വങ്ങളെ ഇവിടെ പറയുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വേദവാക്യങ്ങളിൽ ഊസ് ദേശത്ത് ജീവിച്ചതായി ഇയ്യോബിനെക്കുറിച്ച് പറയുകയാണ്. അദ്ദേഹം നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തവനും ദോഷം വിട്ടകലുന്നവനുമായിരുന്നു. അദ്ദേഹത്തിന് 7 പുത്രന്മാരും 3 പുത്രിമാരും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവം നമുക്കറിയാം. ഇവിടെ അത്രമാത്രം നല്ലൊരു ജീവിതം നയിച്ചതായ ഒരു വലിയ ഭക്തനായിരുന്നു, ദൈവഭക്തനായിരുന്നു ഇയ്യോബ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദൈവഭക്തൻ, ദോഷം വിട്ട് അകലുന്നവൻ. അങ്ങനെ ഒരു ദിവസം അതിൻ്റെ 6-ാം വാക്യം പറയുന്നു, 1-ാം അധ്യായം 6-ാം വാക്യം, ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധി നിൽക്കുമ്പോൾ സമയത്ത് ആ കൂട്ടത്തിൽ ആരും കടന്നു വന്നു? സാത്താനും കടന്നു വന്നു. യഹോവ സാത്താനോട് ചോദിക്കുകയാണ്, നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന് സാത്താൻ യഹോവയോട്, ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരികയാണ്. യഹോവ സാത്താൻ ചോദിക്കുകയാണ്, എൻ്റെ ദാസനായ ഇയ്യോബിനെ നീ ദൃഷ്ടി വെച്ചുവോ? അവനെപ്പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ എന്നരുളി ചെയ്തു. അതിന് സാത്താൻ പറയുകയാണ്, വെറുതെയോ ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നത്? നീ അവനും അവൻ്റെ വീട്ടിന് ചുറ്റുമുള്ള സകലത്തിനും വേലി കെട്ടിയിട്ടില്ലയോ? അല്ലേ? നീ അവൻ്റെ പ്രവൃത്തി അനുഗ്രഹിച്ചിരിക്കുന്നു, അവൻ്റെ മൃഗസമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കുന്നു. തൃക്കൈ നീട്ടി അവനുള്ളതൊക്കെ ഒന്ന് തൊടുക, അവൻ നിന്നെ മുഖത്ത് നോക്കി ത്യജിച്ചു പറയും എന്നുത്തരം പറഞ്ഞു. ദൈവം സാത്താനോട് പറയുകയാണ്, അവനുള്ളതൊക്കെയും നിൻ്റെ കയ്യിലിരിക്കുന്നു, അവൻ്റെ മേൽ മാത്രം കയ്യേറ്റം ചെയ്യരുത് എന്ന് കൽപ്പിച്ചു. അങ്ങനെ സാത്താൻ യഹോവയുടെ സന്നിധി വിട്ട് പുറപ്പെട്ടു പോയി. നേരെ മറിച്ച് 2-ാം അധ്യായം എത്തുമ്പോൾ വീണ്ടും ദേവപുത്രന്മാർ സ്വർഗത്തിൽ നിൽക്കുന്ന സമയത്ത് വീണ്ടും സാത്താൻ സ്വർഗത്തിൽ കടന്നു ചെല്ലുന്നു. അവിടെ വീണ്ടും യഹോവ സാത്താനോട് ചോദിക്കുന്നു, നീ എവിടെ നിന്ന് വരുന്നു? സാത്താൻ പറയുന്നു, ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചു വരുന്നു. യഹോവ സാത്താനോട് ചോദിക്കുന്നു, എൻ്റെ ദാസനെ ഇയ്യോബിൻ്റെ മേൽ ദൃഷ്ടി വെച്ചു, അല്ലേ? അവിടെ പറയുകയാണ്, വെറുതെയോ തൻ്റെ ഭക്തി മുറുകെ പിടിച്ചിരിക്കുന്നത്? വെറുതെ അവനെ നശിപ്പിക്കേണ്ടത് നീ എന്നെ ഒന്ന് സമ്മതിപ്പിച്ചു എന്ന് അരുളി ചെയ്തു. സാത്താൻ യഹോവയുടെ ത്വക്കിന് പകരം ത്വക്ക്, മനുഷ്യൻ തനിക്കുള്ളതൊക്കെയും തൻ്റെ ജീവന് പകരം കൊടുത്തു കളയും. തൻ്റെ കൈ നീട്ടി അവൻ്റെ അസ്ഥിയും മാംസവും ഒന്ന് തൊടുക, അവൻ നിന്നെ മുഖത്ത് നോക്കി ത്യജിച്ചു പറയുമെന്ന് ഉത്തരം പറഞ്ഞു. യഹോവ സാത്താനോട് പറയുകയാണ്, ഇതാ അവൻ നിൻ്റെ കയ്യിലിരിക്കുന്നു, അവൻ്റെ പ്രാണനെ മാത്രം തൊടരുത് എന്ന് കൽപ്പിച്ചു. അങ്ങനെ സാത്താൻ യഹോവയുടെ സന്നിധി വിട്ട് പുറപ്പെട്ട് ഇയ്യോബിൻ്റെ ഉള്ളം കാല് മുതൽ നെറുക വരെ വല്ലാത്ത പരുക്കളാൽ ബാധിച്ചു എന്നിവിടെ പറയുന്നു, അല്ലേ? ഇയ്യോബിൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചതായ ആ വലിയ വേദന, അല്ലേ? 2 പ്രാവശ്യമാണ് സാത്താൻ ദൈവത്തോട് പെർമിഷൻ ചോദിച്ചത്. ആദ്യം പറഞ്ഞു അവൻ്റെ മേൽ തൊടരുത്, രണ്ടാമത് പറഞ്ഞു അവൻ്റെ ജീവൻ്റെ മേൽ മാത്രം, അവൻ്റെ പ്രാണനിൽ മാത്രം കൈവയ്ക്കരുത്, ബാക്കിയെല്ലാം തൊടുക. അങ്ങനെ ഇവിടെ എന്താ സംഭവിച്ചത്? അവൻ്റെ ഉള്ളം കാല് മുതൽ നെറുക വരെ വല്ലാത്ത പരുക്കളാൽ അവൻ്റെ ജീവിതത്തെ ബാധിച്ചു, അല്ലെ? വല്ലാത്തൊരു ജീവിത അനുഭവത്തിലൂടെ കടന്നുപോയി. ഇവിടെ നമ്മുടെ പാഠം പഠിപ്പിക്കുന്നത് ചില ഉൾക്കാഴ്ചകൾ നമുക്ക് നൽകുകയാണ്. ഒന്നാമതായി, സ്വർഗീയ ഉപദേശക സമിതിയിൽ, നമ്മുടെ ഈ സമിതിയിൽ, ദൈവവും സ്വർഗീയ ദൂതന്മാരുമുള്ള സമിതിയിൽ ഇവിടെ പിശാചും കടന്നു ചെല്ലുന്നു എന്നൊരു ദൂത് നമ്മെ പഠിപ്പിക്കുന്നു. ഒന്നാമതായി നമ്മെ പഠിപ്പിക്കുന്ന സത്യം,
സ്വർഗീയ ഉപദേശ സമിതിയിൽ ആരും പ്രത്യക്ഷപ്പെടുന്നു? സാത്താനും പ്രത്യക്ഷപ്പെടുന്നു. രണ്ടാമതായി ഇവിടെ പറയുന്നത്, ദൈവം ചോദിക്കുകയാണ്, നീ ഇയ്യോബിനെ പരിഗണിച്ചിട്ടുണ്ടോ? അല്ലേ, നീ പലരെയും പരീക്ഷിക്കുന്നവനാണല്ലോ. രണ്ടാമത് ഇവിടെ ചോദിക്കുന്നത്, നീ ഇയ്യോബിനെ പരിഗണിച്ചിട്ടുണ്ടോ? അല്ലേ, ഇയ്യോബിനെ പരിഗണിച്ച് എന്തിനാണെന്ന് ഇവിടെ ചോദിക്കുന്നുണ്ട്. അതൊരു വലിയ തർക്ക വിഷയമാണ്. അതുകൊണ്ട് പിശാചിനോട് ചോദിക്കുകയാണ്, നീ ഇയ്യോബിനെ നീ പരിഗണിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അത് രണ്ടാമത്തെ വിഷയം. 3, സാത്താൻ പറയുന്നത്, ഇയ്യോബ് ദൈവത്തെ ഭയപ്പെടുന്നത് നീ അവനെ വേലി കെട്ടി സംരക്ഷിക്കുന്നത് കൊണ്ടാണെന്ന് സാത്താൻ ഇവിടെ കുറ്റം പറയുകയാണ്. ഇയ്യോബ് ദൈവത്തെ ഭയപ്പെടുന്നത് കാരണം ഇയ്യോബിനെ ദൈവം എന്ത് ചെയ്യുന്നു? വേലി കെട്ടി സംരക്ഷിക്കുന്നത് കൊണ്ടാണ് എന്ന് സാത്താൻ ഇവിടെ കുറ്റം ആരോപിക്കുന്നു. 4, പിശാച് പറയുന്നത്, ദൈവം കൊടുക്കുന്ന സംരക്ഷണം, ഇയ്യോബിന് കൊടുക്കുന്ന സംരക്ഷണം അനീതിപരമായ സംരക്ഷണമാണ് എന്ന് സാത്താൻ ഇവിടെ കുറ്റപ്പെടുത്തും. അപ്പോൾ 4 കുറ്റങ്ങളാണ് ഇവിടെ നമുക്ക് കാണുന്നത്. ഒന്ന്, സ്വർഗീയ കോടതിയിൽ തന്നെ പിശാച് കടന്നു വരുന്നു. അതൊന്നാമത്തെ കാഴ്ച. രണ്ടാമത്തെ കാഴ്ച എന്ന് പറയുമ്പോൾ ദൈവം ചോദിക്കുകയാണ്, നിൻ്റെ വലയിൽ ഇയ്യോബിനെ പരിഗണിച്ചിട്ടുണ്ടോ എന്നിവിടെ ചോദിക്കുന്നു. 3, പിശാച് തന്നെ കുറ്റം പറയുന്നു, നീ അവനെ സംരക്ഷിക്കുന്നത് കൊണ്ടാണ് ഇയ്യോബ് നിന്നെ ഭയപ്പെടുന്നു എന്നത് കുറ്റം ആരോപിക്കുന്നു. 4, നീ നൽകുന്ന സംരക്ഷണം തികച്ചും അനീതിപരമാണ് എന്ന് പിശാച് ദൈവത്തിനെതിരെ കുറ്റം ആരോപിക്കുന്നു. ഇന്നത്തെ പാഠത്തിൽ വ്യക്തമായിട്ട് പറയുന്നത്, ഏതൊരു പ്രതിയോഗിയും ചില കുറ്റങ്ങൾ ആരോപിക്കുമ്പോൾ എന്തുകൊണ്ട് ആ കുറ്റം ആരോപിക്കുന്നു എന്ന് പറയുവാനുള്ള സ്വാതന്ത്ര്യം ഈ ആരോപിക്കുന്ന പ്രതിയോഗിക്ക് നൽകണമെന്ന് ഇന്നത്തെ പാഠം നമ്മെ പഠിപ്പിക്കുകയാണ്. കാരണം ഈ ഏർപ്പെടൽ നിയമങ്ങൾ നല്ല രീതിയിൽ നടക്കണമെങ്കിൽ കുറ്റം ആരോപിക്കുന്ന പ്രതിയോഗിക്ക് അത് നിരത്തി അത് തെളിയിക്കുവാനുള്ളതായ അനുവാദവും നൽകണം എന്നിവിടെ പറയുന്നു. അപ്പോൾ ഈ പാഠത്തിൽ നമ്മെ മനസ്സിലാക്കി തരുന്നത്, അനേക ഉപദ്രവങ്ങൾ ഇയ്യോബിനുണ്ടായി, അസംഖ്യം ദുരന്തങ്ങളുണ്ടായി. നമുക്കറിയാം, അദ്ദേഹത്തിന് 7 പുത്രന്മാരുണ്ടായിരുന്നു, 3 പുത്രിമാരുണ്ടായിരുന്നു. 1-ാം അധ്യായത്തിൽ പറയുന്നത്, പെട്ടെന്ന് തന്നെ ഇതെല്ലാം നശിച്ചു പോയി. മൃഗസമ്പത്ത് അവന് ഇഷ്ടം പോലെ പെരുകിയ മൃഗസമ്പത്തുണ്ടായിരുന്നു. അതെല്ലാം മുഴുവനായി എന്ത് ചെയ്യും? ഒരു നിമിഷം കൊണ്ട് നശിച്ചു പോയി. ഇത്രമാത്രം ദുരിതങ്ങൾ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു എങ്കിൽ പോലും ഇയ്യോബ് ദൈവത്തിൽ വിശ്വസ്തനായി നിലകൊണ്ടു എന്നിവിടെ പറയുന്നു. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, പിശാച് നിരത്തിയതായ ആരോപണങ്ങളൊക്കെയും കളവായിരുന്നു എന്ന് ഈ ഏർപ്പെടൽ നിയമത്തിൽ തെളിയുന്നു. ഈ പോരാട്ടത്തിൽ ഏർപ്പെട്ടപ്പോൾ ഉണ്ടായ തത്വങ്ങളിൽ തെളിയുന്നു. പിശാച് അനേകം ആരോപണങ്ങൾ ഇയ്യോബിനെതിരെ നിരത്തുകയുണ്ട്. നീ വലിയ കെട്ടി സംരക്ഷിച്ചിരിക്കുകയാണ്, അല്ലെ, അത് അനീതിപരമാണ്, നീ ഇത്രമാത്രം അവനെ പരിഗണിക്കുന്നു എന്നൊക്കെ ഉള്ളതായ ആരോപണങ്ങൾ നിരത്തിയിട്ട് പോലും, ഇത്രമാത്രം ദുരന്തങ്ങൾ അവൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ട് പോലും ഇയ്യോബ് തീർത്തും ദൈവത്തോട് വിശ്വസ്തനായിരുന്നു. അവൻ ദൈവത്തെ എന്നിട്ടും സ്തുതിച്ചുകൊണ്ടേയിരുന്നു എന്നിവിടെ പറയുന്നു. അപ്പോൾ ഇവിടെ നമ്മെ മനസ്സിലാക്കി തരുന്നത്, സ്വർഗീയ കോടതിയിൽ ആരോപിക്കുന്ന ആരോപണങ്ങൾ എല്ലാറ്റിനും ഒരു തീർപ്പ് കൽപ്പിക്കുന്നതായിട്ട് ഇവിടെ പറയുന്നു, അല്ലേ? ഇവിടെ പിശാച് ആരോപിച്ച എല്ലാ ആരോപണങ്ങളും തീർത്തും കളവായിരുന്നുവെന്ന് ഇയ്യോബിൻ്റെ ജീവിത അനുഭവം നമ്മെ മനസ്സിലാക്കി തരുന്നു. കാരണം ഇത്രമാത്രം ദുരിതങ്ങൾ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ട് പോലും ഇയ്യോബ് ദൈവസന്നിധിയിൽ ആരായിരുന്നു? ദൈവസന്നിധിയിൽ അവൻ തീർത്തും വിശ്വസ്തൻ ആയിരുന്നു. അതുകൊണ്ട് ഈ ചൊവ്വാഴ്ചത്തെ പാഠത്തിൽ പറയുന്നത്, സ്വർഗീയ കോടതിയിൽ ദൈവത്തിനെതിരെ ഉന്നയിക്കുന്ന ഓരോ ആരോപണങ്ങളും തീർപ്പാക്കുന്നതിൽ ചില പരിമിതികളുണ്ട് എന്ന് ഒന്നാമത്തെ നമ്മെ പഠിപ്പിക്കുന്നു. രണ്ടാമത് പറയുന്നത്, ദൈവത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സ്നേഹമാണ്. അപ്പോൾ ആ സ്നേഹത്തിൻ്റെ തത്വങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ദൈവം ഓരോ ഏർപ്പെടൽ നിയമങ്ങളും നടപ്പിലാക്കുന്നതെന്ന് രണ്ടാമത് നമ്മെ പഠിപ്പിക്കുന്നു. ഇനി മൂന്നാമതായിട്ട് ഈ യോബിൻ്റെ പുസ്തകത്തിൽ നാം കാണുന്ന ഈ സ്വർഗീയ രംഗങ്ങൾ വൻ പോരാട്ടത്തിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകളാണെന്ന് ഈ പാഠം നമ്മെ പഠിപ്പിക്കുന്നു.
യഥാർത്ഥത്തിൽ വൻ പോരാട്ടം എന്ന് പറയുന്നതായ വിഷയത്തിൻ്റെ ഒരു ക്ലിയർ പിക്ചർ നമുക്ക്, പ്രാപഞ്ചിക പോരാട്ടത്തിൻ്റെ ഒരു ക്ലിയർ പിക്ചർ നമുക്ക് ലഭിക്കുന്നത് ഇയ്യോബിൻ്റെ ജീവിത അനുഭവത്തിൽ നിന്നാണ് എന്നിവിടെ പറയുന്നത്. അപ്പോൾ ഈ പിശാചിന് പ്രവർത്തിക്കുവാനുള്ള ഒരു പരിധി ഇവിടെ ദൈവം നൽകിയാണ്. ഓരോന്നിനൊരു പരിധിയുണ്ട്. ആദ്യത്തെ പാഠത്തിൽ ആ ദൂതന് ഗബ്രിയേൽ മാലാഖയെ വൈകിപ്പിക്കുവാൻ ഒരു സമയപരിധി നൽകി, അല്ലേ? വൈകിപ്പിക്കുവാൻ 21 ദിവസമാണ് അവിടെ പരിധി നൽകിയത്. അതുപോലെ ചൊവ്വാഴ്ചത്തെ പാഠത്തിൽ നാം കാണുമ്പോൾ ഇയ്യോബിൻ്റെ മേൽ പ്രവർത്തിപ്പാൻ പിശാചിനെന്ത് നൽകി? പ്രവർത്തന പരിധി നൽകി. ഇത്രമാത്രം അനുവാദം നൽകിയിട്ട് പോലും ഇയ്യോബ് ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടുകൂടി ദൈവത്തെ സ്തുതിച്ചു എന്ന് ഇയ്യോബിൻ്റെ അനുഭവം നമ്മെ പഠിപ്പിക്കുന്നു. ബുധനാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. ബുധനാഴ്ച പഠിക്കുന്ന ഹെഡിങ് ഈ ലോകത്തിലെ താൽക്കാലിക ഭരണകർത്താവ്. ഈ ലോകത്തിലെ താൽക്കാലിക ഭരണകർത്താവ്. ബുധനാഴ്ചത്തെ പാഠത്തിൽ ലേഖകൻ പറയുന്നത് ഈ പ്രാപഞ്ചിക പോരാട്ടത്തിൽ ഏർപ്പെടുവാൻ സാത്താനും അവൻ്റെ കൂട്ടർക്കും ചില തരത്തിലുള്ള പരിമിതികളുണ്ട് എന്ന് ഈ പാഠത്തിൽ പറയുന്നു. ഈ പ്രാപഞ്ചിക പോരാട്ടത്തിൽ ഏർപ്പെടുമ്പോൾ സാത്താനും തൻ്റെ ശത്രുക്കൾക്കും അല്ലെങ്കിൽ കൂട്ടർക്കും ചില പരിമിതികൾ ദൈവം വെച്ചിട്ടുണ്ട് എന്ന് ഈ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. എങ്കിലും ഈ ലോകത്തിൻ്റെ താൽക്കാലിക ഭരണകർത്താവായി, ഈ ലോകത്തിൻ്റെ പ്രഭുവായി ഇവിടെ പിശാചിനെ ചിത്രീകരിക്കുന്നു. ഈ ലോകത്തിലെ താൽക്കാലിക ഭരണകർത്താവായി പിശാചിനെ ദൈവം ചിത്രീകരിക്കുന്നു. ഈ പോരാട്ടത്തിൽ ഏർപ്പെടുമ്പോൾ സാത്താൻ്റെ കൂട്ടരുടെയും പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ അവരുടെ പ്രവർത്തനങ്ങളെ പരിമിതപ്പെടുത്തുക എന്നത് ദൈവത്തിൻ്റെ ഉദ്ദേശമാണ്. വാക്കുകൾ ശ്രദ്ധിക്കുക. ഈ പോരാട്ടത്തിൽ ഏർപ്പെടുമ്പോൾ സാത്താൻ്റെയും കൂട്ടരുടെയും പ്രവർത്തനങ്ങളെ പരിമിതപ്പെടുത്തുക എന്നത് ദൈവത്തിൻ്റെ ഉദ്ദേശമാണ്. കാരണം ശത്രു കൊണ്ടുവരുന്നതായ ചില പോരാട്ടങ്ങൾ ദൈവം തന്നെ താൽക്കാലികമായി അത് ഇല്ലാതാക്കുകയോ ദൈവം തന്നെ അത് പരിഹരിക്കുകയോ ചെയ്യുന്ന ദൈവിക നടപടികൾ പലപ്പോഴും നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ശത്രു കൊണ്ടുവരുന്ന, പിശാച് കൊണ്ടുവരുന്നതായ ഈ പോരാട്ടത്തിൽ നമുക്ക് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തിന്മകളെ ഇല്ലാതാക്കുകയോ അല്ലെങ്കിൽ പരിഹരിക്കുകയോ ചെയ്യുന്നതായ ദൈവിക പ്രവൃത്തികൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. അതെല്ലാം ദൈവിക നടത്തിപ്പുകളാണ്. അതെല്ലാം ദൈവം ആ പോരാട്ടത്തിൽ ഏർപ്പെടുന്നതിൻ്റെ തെളിവുകളാണ്. വാക്കുകൾ ശ്രദ്ധിക്കുക. അത് ദൈവം ആ പോരാട്ടത്തിൽ ഏർപ്പെടുന്നതിൻ്റെ തെളിവുകളാണ്. കാരണം നമ്മുടെ കർത്താവ് തൻ്റെ വാഗ്ദത്തങ്ങൾ ഒരിക്കലും ലംഘിക്കുകയില്ല എന്ന് നാം അറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ കർത്താവ് ഈ പോരാട്ടത്തിൽ പങ്കെടുക്കുമ്പോൾ നിയമങ്ങൾ അനുസരിച്ചാണ് ഈ പോരാട്ടത്തിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ പിശാചിന് പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. പരിമിതമായ സ്വാതന്ത്ര്യം അവിടെ നൽകിയിട്ടുണ്ട്. താൽക്കാലികമായി ആ പിശാച് ഇന്നത്തെ ലോകത്തിലെ ഭരണകർത്താവാണെന്ന് ഈ പാഠത്തിൽ ലേഖകൻ പറയുന്നു. എങ്കിലും ഭാവി പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന് മുൻകൂട്ടി ചിത്രീകരിക്കുന്നതെല്ലാം ദൈവമാണ് എന്ന് ലേഖകൻ വ്യക്തമായി പഠിപ്പിക്കുന്നു. ഭാവി പ്രവർത്തനങ്ങളൊക്കെയും എങ്ങനെയായിരിക്കണം, ഈ പോരാട്ടത്തിൻ്റെ അന്തിമ ഫൈനൽ റിസൾട്ട് എങ്ങനെയായിരിക്കണമെന്നെല്ലാം ദൈവം മുൻകൂട്ടി തന്നെ പ്ലാൻ ചെയ്ത് അത് ചിത്രീകരിച്ചിരിക്കുന്നു എന്നിവിടെ പറയുന്നു. അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ ശത്രുവിൻ്റെ ഭരണത്തെക്കുറിച്ച് ഈ വാക്യങ്ങൾ എന്താണ് പറയുന്നത്? ഈ ലോകത്തിൻ്റെ ശത്രുവിൻ്റെ ഭരണത്തെക്കുറിച്ച് ഈ വാക്യങ്ങൾ എന്തു പറയുന്നു? യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 31-ാം വാക്യം പറയുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 31-ാം വാക്യം, ഇപ്പോൾ ഈ ലോകത്തിൻ്റെ ന്യായവിധിയാകുന്നു, ഇപ്പോൾ ഈ ലോകത്തിൻ്റെ പ്രഭുവിനെ പുറത്ത്
തള്ളിക്കളയും എന്നിവിടെ പറയുന്നു. ലോകത്തിൻ്റെ പ്രഭു ആര്? പിശാചാണ് ലോകത്തിൻ്റെ പ്രഭു, അല്ലേ? ബൈബിളിലുടനീളം ലോകത്തിൻ്റെ പ്രഭു ആരെന്ന് വ്യക്തമായി പറയുന്നു. പിശാചിനെ അവിടെ ചിത്രീകരിക്കുകയാണ്. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 30-ാം വാക്യം പറയുന്നു, ഞാനിനി നിങ്ങളോട് വളരെ സംസാരിക്കുകയില്ല, ലോകത്തിൻ്റെ പ്രഭു വരുന്നു, അവൻ എന്നോടൊരു കാര്യവുമില്ല എന്ന് കർത്താവ് തൻ്റെ പരിശുശ്രൂഷയിൽ പറയുകയാണ്. കർത്താവ് തന്നെ പറയുകയാണ്, ശിഷ്യന്മാരോട് പറയുകയാണ്, ഞാൻ ഇനി നിങ്ങളോട് അധികം സംസാരിക്കുകയില്ല, കാരണം ലോകത്തിൻ്റെ പ്രഭു വരുന്നു, അവന് എന്നോടൊരു കാര്യവുമില്ല എന്നിവിടെ പറയുന്നു. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 11-ാം വാക്യത്തിലും ലോകത്തിൻ്റെ പ്രഭു എന്ന് പിശാചിനെ ചിത്രീകരിക്കുന്നു. കൂടാതെ 2 കൊരിന്ത്യർ 4-ാം അധ്യായം 4-ാം വാക്യം, 2 കൊരിന്ത്യർ 4-ാം അധ്യായം 4-ാം വാക്യം പറയുന്നു, ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സുകളെ കുരുടാക്കി എന്ന് പൗലോസ് അപ്പോസ്തലൻ കൊരിന്തു സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 4-ാം വാക്യം പറയുന്നു, ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ഈ ലോകത്ത് പ്രകാശിക്കാതിരിപ്പാൻ അല്ലെങ്കിൽ ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ പ്രഭുവായ ദൈവം പിശാച് അവിശ്വാസികളുടെ മനസ്സുകളെ കുരുടാക്കി. വീണ്ടും ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 6-ാം വാക്യം പറയുന്നു, ഈ അധികാരമൊക്കെയും അതിൻ്റെ മഹത്വവും നിനക്ക് തരാം, അത് എങ്കലേൽപ്പിച്ചിരിക്കുന്നു, എനിക്ക് മനസ്സുള്ളവന് ഞാൻ കൊടുക്കുന്നു, നീ എന്നെ നമസ്കരിച്ചാൽ ഇതെല്ലാം നിൻ്റേതാകും എന്നിവിടെ പറയുന്നു. അത് കർത്താവിനെ പരീക്ഷിക്കുന്ന ഒരു മരുഭൂമിയിലെ അനുഭവത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്, അല്ലേ? നീ എന്നെ ഒന്ന് നമസ്കരിച്ചാൽ ഇതൊക്കെ ഞാൻ നിനക്ക് നൽകാം, കാരണം എനിക്ക് മനസ്സുള്ളവന് ഞാൻ നൽകുന്നു എന്നിവിടെ പറയുന്നു. അപ്പോൾ ലോകത്തിൻ്റെ പ്രഭുവായി, താൽക്കാലിക പ്രഭുവായി, ഭരണകർത്താവായി ഇവിടെ പിശാചിനെ ചിത്രീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ചോദിക്കുന്നൊരു ചോദ്യം, നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമെന്ന് പറയുന്നത്, ഈ ഏർപ്പെടൽ നിയമത്തിൽ ക്രിസ്തുവിൻ്റെ ദൗത്യം എന്താണ്? ഈ ഏർപ്പെടൽ നിയമത്തിൽ ക്രിസ്തുവിൻ്റെ ദൗത്യം എന്താണ്? ക്രിസ്തുവിൻ്റെ ദൗത്യം എന്ന് പറയുന്നത് സാത്താനെ എന്നേക്കുമായി പരാജയപ്പെടുത്തുക എന്നതാണ് ക്രിസ്തുവിൻ്റെ ദൗത്യം. സാത്താൻ്റെ രാജ്യത്തെ എന്നേക്കുമായി പരാജയപ്പെടുത്തുകയാണ് ക്രിസ്തുവിൻ്റെ ദൗത്യം. അതുകൊണ്ടാണ് മനപ്പാഠവാക്യത്തിൽ പറഞ്ഞത്, പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി, അല്ലേ? പിശാചിൻ്റെ പ്രവൃത്തികളെ എന്നേക്കുമായി അഴിപ്പാൻ, ഇല്ലാതെയാക്കുവാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി. എന്നിരുന്നാലും ലേഖകൻ പറയുന്നത്, പിശാചിനെ പ്രവർത്തിപ്പാൻ സമയങ്ങൾ നൽകാറുണ്ട്. എന്നിരുന്നാലും പിശാചിനെ പ്രവർത്തിപ്പാൻ ഇവിടെ ദൈവം സമയം നൽകാറുണ്ട്. ഇവിടെ നമ്മെ പറയുന്നത്, വിശ്വസ്തനായി ദൈവസന്നിധിയിൽ നാം നിൽക്കുമ്പോൾ ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല, അല്ലേ? വിശ്വസ്തനായി ദൈവമക്കൾ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ദൈവത്തിന് കഴിയാത്തത് ഒന്നുമില്ല, അല്ലേ? എങ്കിലും പല സന്ദർഭങ്ങളിൽ പിശാച് നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളിൽ എന്ത് ചെയ്യുന്നു? പ്രവർത്തിക്കുന്നു. പിശാച് നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളിൽ പ്രവർത്തിക്കുന്നു. പല നന്മകളും ലഭിക്കാതിരിപ്പാൻ പിശാച് തൻ്റെ ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ ഉപയോഗിച്ച് നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളിൽ എന്ത് ചെയ്യുന്നു? പ്രവർത്തിക്കുന്നു. അനേക സൂചനകൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട്. എങ്ങനെയായിരുന്നാലും ഇന്നത്തെ പാഠം, ബുധനാഴ്ചത്തെ പാഠം പഠിപ്പിക്കുന്നത്, എങ്ങനെയായിരുന്നാലും ഈ വൻ പോരാട്ടത്തിൽ തിന്മയെ ദൈവം എന്നേക്കുമായി കൈകാര്യം ചെയ്യും എന്ന് ഈ പാഠം പഠിപ്പിക്കുന്നു. എങ്ങനെയായിരുന്നാലും ഈ വൻ പോരാട്ടത്തിൽ അതിൻ്റെ പശ്ചാത്തലം നാം തിരിച്ചറിയുമ്പോൾ തിന്മയെ ദൈവം എന്നേക്കുമായി അതിനെ പരിഹരിക്കും എന്നിവിടെ പറയുന്നു. ഇവിടെ അന്തിമമായി തിന്മയുടെ മേല് നന്മ വിജയം നേടും എന്നിവിടെ പറയുന്നു. തിന്മയുടെ മേല് നന്മ എന്നേക്കുമായി വിജയം നേടും. അപ്പോൾ ഒരളവ് വരെ പിശാചിനെ പ്രവർത്തിപ്പാൻ ദൈവം അനുവാദം നൽകും. ഒരളവ് വരെ, ഒരു പരിധി വരെ പിശാചിന് ഈ ലോകത്തിൽ, ഇവിടെ ഹെഡിങ് തന്നെ പറയുന്നു, താൽക്കാലിക ഒരു ഭരണകർത്താവായി, ലോകത്തിൻ്റെ പ്രഭുവായി പ്രവർത്തിപ്പാൻ ഒരു അളവ് വരെ ദൈവം അവസരം നൽകും. എന്തായാലും ഈ ഏർപ്പെടൽ നിയമത്തിൽ, പോരാട്ടത്തിൻ്റെ ഏർപ്പെടൽ നിയമങ്ങളിൽ പിശാചിനെ എന്നേക്കുമായി ഈ തിന്മയുടെ മേൽ ദൈവം നന്മയുടെ വിജയം നൽകുമെന്ന് ഇവിടെ ബുധനാഴ്ചത്തെ പാഠം നമ്മെ
പഠിപ്പിക്കുന്നു. വ്യാഴാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. വ്യാഴാഴ്ച പഠിക്കുന്ന ഹെഡിങ് പരിമിതികളും നിബന്ധനകളും. വ്യാഴാഴ്ച പഠിക്കുന്ന ഹെഡിങ് പരിമിതികളും നിബന്ധനകളും. വ്യാഴാഴ്ചത്തെ പാഠത്തിൽ ആമുഖത്തിൽ ലേഖകൻ ചോദിക്കുന്ന ചോദ്യം പ്രാപഞ്ചിക പോരാട്ടത്തിൻ്റെ കാരണം എന്താണ്? പ്രാപഞ്ചിക പോരാട്ടത്തിൻ്റെ കാരണം എന്താണ്? ലേഖകൻ നൽകുന്ന മറുപടി ദൈവത്തിൻ്റെ നന്മയ്ക്കും ന്യായത്തിനും ഭരണകൂടത്തിനുമെതിരെ സാത്താൻ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ അത് ദൈവത്തിൻ്റെ മേലുള്ള ഒരു തർക്കമാണ് പ്രാപഞ്ചിക പോരാട്ടത്തിൻ്റെ കാരണം. വാക്കുകൾ ശ്രദ്ധിക്കുക. ദൈവത്തിൻ്റെ നന്മയ്ക്കും ന്യായത്തിനും ഭരണകൂടത്തിനുമെതിരെ സാത്താൻ ആരോപണം ഉന്നയിക്കുകയാണ്, ദൈവത്തിനെതിരെ തർക്കിക്കുകയാണ്. അതൊന്നും ശരിയല്ല, അല്ലേ? ദൈവത്തിൻ്റെ നന്മ ശരിയല്ല, ദൈവത്തിൻ്റെ ന്യായം ശരിയല്ല, ദൈവത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ അടിസ്ഥാനം ശരിയല്ല എന്ന് സാത്താൻ കാര്യങ്ങൾ ആരോപിക്കുകയാണ്. അപ്പോൾ ദൈവത്തിനെതിരെയുള്ളൊരു തർക്കമാണ് പ്രാപഞ്ചിക പോരാട്ടത്തിൻ്റെ കാരണം. അപ്പോൾ ഈ പോരാട്ടം നടക്കുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ ദൈവം സർവശക്തനാണ്. ഒരു നിമിഷ നേരം കൊണ്ട് പ്രതിയോഗിയായ പിശാചിനെ തോൽപ്പിക്കുവാൻ കഴിയും. എങ്കിലും ഈ പാഠം നമ്മെ പഠിപ്പിക്കുന്നത് ഈ പോരാട്ടത്തിൽ ഏർപ്പെടുമ്പോൾ രണ്ടുപേരും ചില നിയമങ്ങൾ അനുസരിക്കണം. കാരണം ദൈവമാണ് ഈ നിയമം നൽകുന്നത്. പിശാചിന് പ്രവർത്തിപ്പാൻ ദൈവം എന്ത് നൽകുന്നു? ചില സ്വാതന്ത്ര്യം നൽകുന്നു. പരിമിതമാണെങ്കിൽ പോലും പ്രവർത്തിപ്പാനുള്ള സ്വാതന്ത്ര്യം പിശാചിന് നൽകുന്നു. ഈ ആരോപണങ്ങൾ പിശാച് ഉന്നയിക്കുമ്പോൾ അത് തെളിയിക്കുവാനുള്ള അവസരവും പിശാചിന് ദൈവം നൽകുന്നു. വാക്കുകൾ ശ്രദ്ധിക്കുക. ആരോപണങ്ങൾ ദൈവമക്കൾക്കെതിരെ അല്ലെങ്കിൽ ദൈവത്തിനെതിരെ ആരോപിക്കുന്ന സമയത്ത് അത് തെളിയിക്കുവാനുള്ളതായ അവസരവും ദൈവം പിശാചിന് നൽകുന്നു. കാരണം ഈ പോരാട്ടത്തിൽ ഇങ്ങനെ ആരോപണം ഉന്നയിക്കുമ്പോൾ ഒരിക്കലും അത് ബലം കൊണ്ട് പരിഹരിക്കുവാൻ കഴിയുന്നതല്ല. അത് ശരിയായ രീതിയല്ല. ഒരു യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഒരു കോടതി മുറിയിൽ ചർച്ചകൾ നടക്കുമ്പോൾ അവിടെ ബലം കൊണ്ട് ഒരാളെ തോൽപ്പിക്കുന്നത് ശരിയല്ല. കോടതി മുറിയിൽ അവിടെ ആരോപണങ്ങൾ നമ്മൾ തെളിയിക്കുക തന്നെ വേണം. അപ്പോൾ ഇവിടെ പിശാചിന് ദൈവത്തിനെതിരെ നടത്തുന്ന ആരോപണങ്ങൾ തെളിയിക്കുവാൻ പിശാചിന് എന്ത് നൽകുന്നു? ഒരു തുറന്ന അവസരം തന്നെ നൽകുന്നു. അതുകൊണ്ട് ആർക്കെതിരെയാണോ ആരോപണം ഉന്നയിക്കുന്നത് അത് തെളിയിക്കുവാനുള്ളതായ മാർഗവും സ്വാതന്ത്ര്യവും ഒരു തുറന്ന അന്വേഷണവും ഇവിടെ ദൈവം അനുവദിക്കുന്നു എന്നിവിടെ പറയുന്നു. പിശാചിന് ഈ ആരോപണത്തിനെതിരെ തെളിയിക്കുവാൻ വേണ്ടിയുള്ളതായ ഒരു തുറന്ന ചർച്ചാവേദി തന്നെ, ഒരു തുറന്ന അന്വേഷണം തന്നെ നൽകുവാൻ ദൈവം പിശാചിന് സ്വാതന്ത്ര്യം നൽകുന്നതായിട്ട് ഇവിടെ പറയുന്നു. അതുകൊണ്ട് ആമുഖത്തിൽ ലേഖകൻ ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. പ്രാപഞ്ചിക പോരാട്ടം മനസ്സിലാക്കുന്നതിനും തിന്മയുടെ പ്രശ്നവുമായി ബന്ധപ്പെടുന്നതിനും ഇതെന്താണ് അർത്ഥമാക്കുന്നത് എന്നൊരു ചോദ്യം ചോദിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം, ദൈവം എന്തെങ്കിലും വാഗ്ദത്തം ചെയ്യുകയാണെങ്കിൽ അവൻ എപ്പോഴെങ്കിലും അത് ലംഘിക്കുമോ എന്നൊരു ചോദ്യം ചോദിക്കുകയാണ്. ദൈവം എന്തെങ്കിലും വാഗ്ദത്തം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ദൈവം എപ്പോഴെങ്കിലും അത് ലംഘിക്കുമോ? ഒരിക്കലുമില്ല എന്ന് ലേഖകൻ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. ദൈവം നൽകുന്ന വാഗ്ദത്തം വിശ്വസ്തമായ വാഗ്ദത്തമാണ്. വിശ്വസ്തനാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് ദൈവം നൽകുന്ന വാഗ്ദത്തങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാറില്ല? ലംഘിക്കാറില്ല. അതുകൊണ്ട് ഈ ഏർപ്പെടൽ നിയമത്തിൽ, പോരാട്ടത്തിലെ ഈ ഏർപ്പെടൽ നിയമങ്ങളിൽ ദൈവം ആ നിയമങ്ങളെല്ലാം സമ്മതിക്കുന്നു, അല്ലേ? ഭാവി പ്രവർത്തനങ്ങളെല്ലാം എങ്ങനെയായിരിക്കണമെന്നും ദൈവം മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നു. അതുകൊണ്ട് രാജ്യത്തിൻ്റെ താൽക്കാലിക ഭരണകർത്താവായി ഇന്ന് പിശാച് ഈ ലോകത്തിൻ്റെ പ്രഭുവായി ഭരിക്കുമ്പോൾ ദൈവം ആ അധികാരങ്ങളെയെല്ലാം പരിമിതപ്പെടുത്തുന്നു എന്ന് ഈ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. കാരണം ചില തിന്മകൾ രാജ്യത്തിൻ്റെ പ്രഭു അല്ലെങ്കിൽ ലോകത്തിൻ്റെ പ്രഭുവായി പിശാച് ഈ ലോകത്തെ ഭരിക്കുമ്പോൾ പലപ്പോഴും പല തിന്മകൾ ആ ഭരണം കൊണ്ടുണ്ടാകാം. വാക്കുകൾ ശ്രദ്ധിക്കുക. ലോകത്തിൻ്റെ പ്രഭുവായി പിശാച് ഈ ലോകത്തെ ഭരിക്കുമ്പോൾ പലപ്പോഴും പല തിന്മകൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളിൽ സംഭവിക്കാം. എങ്കിലും ദൈവം അതിനെല്ലാം നിയന്ത്രിക്കുന്നു എന്നിവിടെ പറയുന്നു. ഇവിടെ നമ്മോട് ചോദിക്കുന്നൊരു ചോദ്യം, വിശ്വാസവും പ്രാർത്ഥനയും പോലുള്ള ഘടകങ്ങളുമായി
ദൈവിക പ്രവർത്തനം പോലും എങ്ങനെ അവിഭാജ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നിവിടെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. വിശ്വാസവും പ്രാർത്ഥനയും പോലുള്ള ഘടകങ്ങളുമായി ദൈവിക പ്രവർത്തനം എങ്ങനെ അവിഭാജ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നിവിടെ ചോദിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 5-ാം വാക്യം ഇപ്രകാരം പറയുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 5-ാം വാക്യം പറയുന്നു, ഏതാനും ചില രോഗികളുടെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തിയത് അല്ലാതെ അവിടെ വീര്യപ്രവൃത്തി ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. അവിടെ അവിശ്വാസം ഹേതുവായി അവൻ ആശ്ചര്യപ്പെട്ടു എന്നിവിടെ പറയുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ ശുശ്രൂഷയിലെ ഒരു അനുഭവത്തെയാണ് ഇവിടെ ഉദാഹരണമായി പറഞ്ഞിരിക്കുന്നത്. ഏതാനും ചില രോഗികളുടെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തിയതല്ലാതെ ആ പട്ടണത്തിൽ വീര്യപ്രവൃത്തി ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. കാരണം എന്താണ്? അവരുടെ അവിശ്വാസം. അവരുടെ അവിശ്വാസം ഹേതുവായി അവിടെ ഒരു വീര്യപ്രവൃത്തിയും ചെയ്യുവാൻ കഴിഞ്ഞില്ല. വീണ്ടും മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 29-ാം വാക്യം പറയുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 29-ാം വാക്യം പറയുന്നു, പ്രാർത്ഥനയാലല്ലാതെ ഈ ജാതി ഒന്നിനാലും പുറപ്പെട്ടു പോകുകയില്ല. പ്രാർത്ഥനയാലല്ലാതെ ഈ ജാതി ഒന്നിനാലും പുറപ്പെട്ടു പോകുകയില്ല. ഈ 2 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ചില സന്ദർഭങ്ങളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടാറില്ല. വാക്കുകൾ ശ്രദ്ധിക്കുക. ഈ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ മർക്കോസിൻ്റെ സുവിശേഷവും 6-5 വായിച്ചാലും 9-29 വായിച്ചാലും നാം വ്യക്തമായി അറിയുന്നത് ചില സന്ദർഭങ്ങളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടാറില്ല. എന്താ കാരണം? പ്രാർത്ഥനയുമില്ല, വിശ്വാസവുമില്ല. പ്രാർത്ഥനയും വിശ്വാസവും ദൈവിക പ്രവർത്തനത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. വാക്കുകൾ ശ്രദ്ധിക്കുക. പ്രാർത്ഥനയും വിശ്വാസവും ദൈവിക പ്രവർത്തനത്തിൻ്റെ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു അവിഭാജ്യ ഘടകമാണ്. അപ്പോൾ അത് രണ്ടും ഇല്ലായെങ്കിൽ ഒരിക്കലും ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതങ്ങളിൽ സംഭവിക്കില്ല. അതുകൊണ്ട് വ്യാഴാഴ്ചത്തെ പാഠത്തിൽ പറയുന്നത് ഈ രണ്ടും ഏറ്റവും ആവശ്യമാണ്. വിശ്വാസവും പ്രാർത്ഥനയും ശക്തമായി ബന്ധപ്പെട്ട 2 ഘടകങ്ങളാണ്. വിശ്വാസവും പ്രാർത്ഥനയും ശക്തമായി ബന്ധപ്പെട്ട 2 ഘടകങ്ങളാണ്. ഇതിനെ ഒരിക്കലും നമുക്ക് മാറ്റി നിർത്തുവാൻ കഴിയില്ല. കാരണം പ്രാർത്ഥന ലോകത്തെ മാറ്റിമറിക്കുന്നു, അല്ലേ? ഓരോ വ്യക്തികളെയും രൂപാന്തരപ്പെടുത്തുന്ന ഒന്നാണ് പ്രാർത്ഥന, അല്ലേ? അത് 20 തലയുള്ള വാളാണ്. അതിന് ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയും, അല്ലേ? ദൈവം നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്താൻ കഴിയുന്ന ശക്തമായ പ്രാർത്ഥനയുടെ അനേക തെളിവുകൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോൾ പ്രാർത്ഥന തന്നെ ലോകത്തെ മാറ്റിമറിക്കുന്നു. 2, പ്രാർത്ഥന ദൈവിക പ്രവർത്തനങ്ങൾക്ക് പുതിയ വഴികൾ തുറക്കുവാൻ സഹായിക്കുന്നു. പ്രാർത്ഥന ദൈവിക പ്രവർത്തനത്തിലുള്ള പുതിയ വഴികൾ തുറക്കുവാൻ സഹായിക്കുന്നു. എന്നിരുന്നാലും പ്രാർത്ഥനയും വിശ്വാസവും മാത്രമാണ് ദൈവത്തിൻ്റെ ദൈവിക പ്രവർത്തനത്തിലെ ഘടകങ്ങളെന്ന് ചിന്തിക്കരുത്. നമുക്ക് അറിഞ്ഞൂടാത്ത അനേക വസ്തുതകൾ വേറെയുണ്ട്. വാക്കുകൾ ശ്രദ്ധിക്കുക. പ്രാർത്ഥനയും വിശ്വാസവുമാണ് ദൈവിക പ്രവർത്തനത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളാണെങ്കിലും അതുമാത്രമാണ് ഏക ഘടകങ്ങളെന്ന് ചിന്തിക്കരുത്. എങ്കിൽ നമ്മൾ തെറ്റിപ്പോകും. വേറെയും അനേക ഘടകങ്ങൾ ദൈവിക പ്രവർത്തനത്തെ സഹായിക്കുന്നുണ്ട്. ഇവിടെ പറയുന്നത് ദൈവം ചില പ്രതിബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തുമ്പോൾ നാം ചില സന്ദർഭങ്ങളിൽ ചില നിയമങ്ങൾ നാം അംഗീകരിക്കുമ്പോൾ ഏർപ്പെടേണ്ട ഭാവി പ്രവർത്തനങ്ങൾ പോലും പരിമിതമായിരിക്കും എന്നിവിടെ പറയുന്നു. ഇവിടെ നമ്മെ മനസ്സിലാക്കി തരുന്നത് ഈ ഏർപ്പെടൽ നിയമങ്ങളെക്കുറിച്ചൊരു ചില തത്വം പറയുന്നത് ദൈവം ചില പ്രതിബന്ധങ്ങൾ വരുത്തുകയോ അല്ലെങ്കിൽ ചില നിയമങ്ങൾ അംഗീകരിക്കുകയോ ചെയ്യുന്നിടത്തോളം ഏർപ്പെടലിൻ്റെ ഭാവി പ്രവർത്തനങ്ങളൊക്കെയും പരിമിതമായിരിക്കും. അതുപോലെ ചില സന്ദർഭങ്ങളിൽ അന്ധകാരത്തിൻ്റെ പ്രഭുവായ പിശാച് ചില സന്ദർഭങ്ങളിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളിൽ എത്രമാത്രം പ്രാർത്ഥനയുള്ളവരാണെങ്കിലും എത്രമാത്രം വിശ്വാസമുള്ളവരാണെങ്കിലും അന്ധകാരത്തിൻ്റെ പ്രഭുവായ പിശാച് ജീവിതങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ തിന്മകൾ കൊണ്ടുവരാം, അല്ലേ? ഏതിനും ചില പരിമിതികളുണ്ട്, ഏതിനും ചില നിബന്ധനകളുണ്ട്, ചില റൂൾസ് ഉണ്ട്, ചില പരിമിതികളുണ്ട്, അല്ലേ? അപ്പോൾ എത്രമാത്രം ശക്തമായി പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും എത്രമാത്രം വിശ്വാസമുള്ള വ്യക്തികളാണെങ്കിൽ പോലും ഈ ലോകത്തിൻ്റെ പ്രഭുവായ പിശാച്
ഈ പോരാട്ടത്തിൽ ഏർപ്പെടുന്ന സമയങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളിൽ എന്ത് കൊണ്ടുവരാം? തിന്മകൾ കൊണ്ടുവരാം. അതുകൊണ്ട് നമുക്ക് അറിഞ്ഞുകൂടാത്ത പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നല്ലതേതാണ്, അതിലേതാണ് നല്ല ആവശ്യമുള്ള കാര്യം, തിന്മയ്ക്ക് ഒരു അന്ത്യം വരുത്തിയതിന് ശേഷം നമ്മെ നിത്യ ആനന്ദത്തിലേക്ക് നയിക്കുവാനുള്ള ആത്മവിശ്വാസം നൽകുന്ന ചില വചനങ്ങൾ ഇവിടെ പറയുന്നു, അല്ലേ? തിന്മയ്ക്ക് അന്ത്യം വരുത്തിയതിന് ശേഷം ദൈവമക്കൾക്ക് നിത്യ ആനന്ദത്തിലേക്ക് കടന്നു ചെല്ലുവാൻ കഴിയുന്ന ചില വാക്യങ്ങൾ ഇവിടെ പറയുന്നു. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 18-ാം വാക്യം പറയുന്നു. റോമർക്കെഴുതിയ ലേഖനം 8:18 പറയുന്നു. പൗലോസ് പറയാണ്, നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു, അല്ലേ? പൗലോസ് അപ്പോസ്തലൻ്റെ ശക്തമായ പ്രത്യാശയുടെ ഒരു വചനമാണ്. നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ അന്ധകാരത്തിൻ്റെ പ്രഭു എത്രമാത്രം ജീവിതങ്ങളിൽ തിന്മ കൊണ്ടുവന്നാൽ പോലും ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. കൂടെ വെളിപാട് പ്രവചനം 21-ാം അധ്യായം 3, 4, 5 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു. വെളിപാട് പ്രവചനം 21-ാം അധ്യായം 3, 4, 5 വാക്യങ്ങൾ. സിംഹാസനത്തിൽ നിന്നൊരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടി ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടി ഇരിക്കും, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും, ഇനി മരണമുണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല, അല്ലേ? അപ്പോൾ എത്രമാത്രം നമ്മുടെ ജീവിതങ്ങളിൽ ലോകത്തിൻ്റെ പ്രഭു തിന്മകൾ നമുക്ക് നൽകിയാലും നമ്മുടെ കർത്താവ് അന്തിമമായി തിന്മയെ നന്മയാക്കി മാറ്റും എന്നിവിടെ പറയുന്നു. നമ്മുടെ കർത്താവ് ഈ പോരാട്ടത്തിൽ അന്തിമമായി ജയിക്കും എന്ന് ഈ പാഠത്തിൽ പറയുന്നു. വ്യാഴാഴ്ചത്തെ പാഠത്തിൽ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ പരിമിതികളും അതിൽ പാലിക്കേണ്ട നിബന്ധനകളും ഒക്കെ ഇവിടെ പറയുന്നു. പിശാചിനും പ്രവർത്തിക്കുവാനുള്ള പരിമിതികളുണ്ട്, ചില നിയമങ്ങളുണ്ട്, അതിലടിസ്ഥാനപ്പെടുത്തിയാണ് അത് പ്രവർത്തിക്കേണ്ടത്. ഒരു പിശാച് ദൈവത്തിൻ്റെ മക്കൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ, ദൈവത്തിനെതിരെ തർക്കമുണ്ടാകുമ്പോൾ അതൊക്കെയും തുറന്ന സമീപനത്തിലൂടെ ചർച്ച ചെയ്ത് ഈ ആരോപണങ്ങളെല്ലാം കളവാണെന്ന് തെളിയിക്കുവാനുള്ള അവസരം ഇവിടെ പിശാചിന് ദൈവം നൽകുന്നതായിട്ട് ഇവിടെ വ്യാഴാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. വെള്ളിയാഴ്ചത്തെ ഭാഗത്ത് എലൻ ജി വൈറ്റിൻ്റെ ടെസ്റ്റിമണീസ് ഫോർ ദ ചർച്ച് വോളിയം 1 പേജ് നമ്പർ 341, പേജ് 341 എലൻ ജി വൈറ്റ് തൻ്റെ ലേഖനത്തിൽ പറയുന്നത്, വീണുപോയ മനുഷ്യൻ സാത്താൻ്റെ തടവുകാരനാണ്. അവൻ്റെ മഹാ എതിരാളിയുടെ ശക്തിയിൽ നിന്ന് അവനെ രക്ഷിക്കുക എന്നതാണ് ക്രിസ്തുവിൻ്റെ ദൗത്യം. പലപ്പോഴും സാത്താൻ്റെ നിർദ്ദേശങ്ങളെ പിന്തുടരുന്ന ഒരു ചായ്വ് മനുഷ്യനുണ്ട്. ശക്തിയേറിയവനും ജയാളിയുമായ ക്രിസ്തു അവനിൽ വസിക്കുകയും അവൻ്റെ ആഗ്രഹങ്ങളെ നയിക്കുകയും അവന് ബലം പകർന്നു കൊടുക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ ആ ഭയങ്കരനായ വൈരിയെ വിജയകരമായി എതിർക്കുവാൻ ആർക്കും കഴിയുകയില്ല. അതുകൊണ്ട് സാത്താൻ്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെടേണ്ടത് ദൈവമക്കൾ മനസ്സിലാക്കേണ്ട ഒരു ഘടകമാണ്. കാരണം സാത്താൻ എപ്പോഴും നമ്മുടെ ജീവിതങ്ങളിൽ വഞ്ചന ഒരുക്കിക്കൊണ്ടേയിരിക്കുന്നു. ഒരാശ്ചര്യവുമില്ല. 2 കൊരിന്ത്യർ 11:14 പറയുന്നത്, ഒരാശ്ചര്യവുമില്ല, സാത്താൻ പോലും വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കുന്നുവല്ലോ. അതുകൊണ്ട് ദൈവമക്കൾ ക്രിസ്തുവിൻ്റെ ബലം ധരിച്ചുകൊണ്ട് സാത്താൻ്റെ ശക്തികളെ അതിജീവിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സഹായത്തിനായി താഴ്മയോടെ ദൈവസന്നിധിയിൽ അപേക്ഷിക്കുവാൻ എലൻ ജി വൈറ്റ് തൻ്റെ ലേഖനത്തിൽ പറയുന്നു. കാരണം ബലഹീനരാണ് നാം ഓരോരുത്തരും. ബലഹീനരായ നമുക്ക് ക്രിസ്തുവിൽ ഉറപ്പോടെ ചാരുവാനും ഈ ലോകത്തിൻ്റെ പ്രഭുവായ പിശാചിൻ്റെ സൈന്യത്തെ വിജയകരമായി തോൽപ്പിക്കുവാനും ക്രിസ്തുവിൽ താഴ്മപ്പെടുകയാണെങ്കിൽ കഴിയും എന്നിവിടെ പറയുന്നു. അതുകൊണ്ട് നമ്മുടെ പ്രതിയോഗിയായ പിശാചിനെ നമുക്ക് തിരിച്ചറിയുവാനും
ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ വെളിച്ചദൂതൻ്റെ വേഷം ധരിച്ചു വരുന്ന പിശാചിൻ്റെ ശക്തികളെ തിരിച്ചറിഞ്ഞുകൊണ്ട്, വേഷം മാറി പ്രവർത്തിക്കുന്ന പിശാചിൻ്റെ ശക്തികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ വിശ്വസ്തയോടുകൂടി കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മപ്പെട്ടുകൊണ്ട് പിശാചിൻ്റെ പ്രവൃത്തികളെ തിരിച്ചറിയുവാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഈ പോരാട്ടത്തിൽ നാം ഏർപ്പെടുമ്പോൾ നാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അനേക പിശാചിൻ്റെ ദുർഭൂതങ്ങൾ, ജാതികളുടെ ദൈവങ്ങൾ, അനേകർ ദൈവമക്കൾക്കെതിരെ പ്രവർത്തിക്കുന്നു എന്നുള്ള വലിയൊരു സത്യം നാം മനസ്സിലാക്കുക. കാരണം ആമുഖത്തിൽ പഠിച്ചതുപോലെ ദാനിയേലിനോട് ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കുവാൻ ഗബ്രിയേൽ മാലാഖയെ ദൈവം അയച്ചപ്പോൾ 21 ദിവസം തന്നെ ഈ ലോകത്തിൻ്റെ പ്രഭുവായ പിശാച് ഗബ്രിയേൽ മാലാഖയുമായി മല്ലിടുന്ന ഒരു അനുഭവം നമുക്ക് ഈ പാഠത്തിൽ കാണുവാൻ കഴിയും. കൂടാതെ മഹാസർപ്പം തൻ്റെ സർവ്വ അധികാരവും ബലവും മഹത്വവും സമുദ്രത്തിൽ നിന്ന് കയറി വന്ന മൃഗമായ പാപ്പാത്വ ശക്തിക്ക് നൽകി ഈ ലോകത്തെ അന്ധകാരത്തിലേക്ക് നയിച്ചത് ഒരു അനുഭവം നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞു. കൂടാതെ പ്രാപഞ്ചിക പോരാട്ടത്തിന് നല്ലൊരു ഉൾക്കാഴ്ച ഇയ്യോബിൻ്റെ ജീവിത അനുഭവങ്ങളിലൂടെ നമുക്ക് കാണുവാൻ കഴിഞ്ഞു, അല്ലേ? അതുകൊണ്ട് ഈ ലോകത്തിലെ താൽക്കാലിക ഭരണകർത്താവായ പിശാച് ആരെ വിഴുങ്ങേണ്ടു എന്ന് കരുതി അലറുന്ന സിംഹം പോലെ ഊടാടി ഈ ലോകത്തിൽ സഞ്ചരിക്കുമ്പോൾ വിശ്വാസവും പ്രാർത്ഥനയിലൂടെ ദൈവസ്നേഹത്തിലൂടെ ഈ പോരാട്ടത്തിൽ വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നിൽപ്പാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനെ സഹായിക്കട്ടെ. നമ്മുടെ കർത്താവ് ബലശാലിയായി കടന്നു വരുന്നു. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്കും കടന്നു ചെല്ലുവാൻ, അതിലൊരു പങ്കാളികളായി തീരുവാൻ, ഈ പോരാട്ടത്തിൽ ഏർപ്പെടുന്ന നമുക്ക് കഴിയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സഹായിക്കട്ടെ. അതുകൊണ്ട് മനപ്പാഠവാക്യം പറയുന്നത്, പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ സ്വർഗത്തിൽ നിന്ന് ദൈവം മനുഷ്യപുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു എന്നിവിടെ പറയുന്നു. അതുകൊണ്ട് ആ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് കടന്നു വന്ന് ഈ പോരാട്ടത്തിൽ കർത്താവിനോടൊപ്പം ചേർന്നുകൊണ്ട് പോരാടുവാൻ, സർവായുധവർഗം ധരിച്ചുകൊണ്ട് കർത്താവിനോടൊപ്പം ചേരുവാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനെ സഹായിക്കട്ടെ. പ്രാർത്ഥനയോടുകൂടി ശാബത്ത് സ്കൂൾ പാഠം അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ചും പാഠം ശ്രദ്ധിച്ച എല്ലാ ദൈവമക്കൾക്കും സ്നേഹത്തിൻ്റെ ഭാഷയിലെ നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ സ്വർഗ്ഗത്തിലെ പിതാവേ, തിരുനാമത്തിനായി സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഈ പ്രാപഞ്ചിക പോരാട്ടത്തിലെ കഥാപാത്രങ്ങളെക്കുറിച്ച് തിരിച്ചറിയുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം ഞങ്ങൾക്ക് നൽകിയ ഭാഗ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഈ പോരാട്ടം നടക്കുന്നുവെന്ന് തിരിച്ചറിയുവാനും, ഈ ലോകത്തിൻ്റെ പ്രഭുവായ പിശാച് അനേക തിന്മകൾ നമ്മുടെ ജീവിതങ്ങളിൽ നൽകുമ്പോൾ പിതാവെ, അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അന്ത്യത്തോളം ഇയ്യോബിനെ പോലെ അതിനെ തരണം ചെയ്യുവാനുള്ള ആത്മീക കൃപ, ആത്മീയ ക്ഷമ ജീവിതത്തിൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവെ, ജീവിതത്തിൽ ഇയ്യോബിന് ഇത്രയും അധികം വേദനകൾ ജീവിതത്തിൽ കടന്നു വന്നിട്ടുവെങ്കിൽ അന്ത്യം വരെയും സഹിച്ചു നിന്നുകൊണ്ട് ദൈവത്തെ തള്ളിപ്പറയാതെ സ്തുതിക്കുവാനുള്ളതായ കൃപ നൽകിയതുപോലെ ബലഹീനരായ ഞങ്ങൾക്കും ആ ദൈവിക കൃപയിൽ പ്രാർത്ഥനയിലൂടെയും വിശ്വാസത്തിലൂടെയും മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവെ, ഈ പോരാട്ടത്തിൽ ഏർപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ എന്നേക്കുമായി നിത്യമായി പോരാടുവാനുള്ള എല്ലാ ആത്മീയ ദാനങ്ങളും കൃപകളും ജീവിതത്തിൽ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പാഠം ശ്രദ്ധിച്ച മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണം. ഈഡൻ മിനിസ്ട്രിക്കായി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണം. വേദനിക്കുന്നവർ, കഷ്ടപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. മനസ്സുകളെ രൂപാന്തരപ്പെടുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ കടന്നു വരുന്ന പിതാവേ, ഞങ്ങളെ മുറ്റുമായി അങ്ങ് കാണുന്ന കൃപകൾക്കായി സ്തോത്രം. കർത്താവിൻ്റെ കൃപയിൽ ഞങ്ങളെ അവിടുന്ന് മാനിക്കണമേ, ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ഈ ലോകത്തിൻ്റെ പോരാട്ടത്തിൽ നിന്ന് ഞങ്ങളെ അതിജീവിപ്പാനുള്ള എല്ലാ ആത്മീയ ധനദാനങ്ങളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം അങ്ങയുടെ സന്നിധി ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ എളിയ യാചന കേൾക്കണം പരിശുദ്ധനായ നല്ല പിതാവേ. ആമേൻ.